അവിടെ നമ്മുടെ ചിന്തയിൽ ഞാൻ പ്രധാനപ്പെട്ട 3 സന്ദർഭങ്ങൾ കൊണ്ടുവരുന്നു. ഈ 3 സന്ദർഭങ്ങളും യേശു കരഞ്ഞ സന്ദർഭങ്ങളാണ്. ബൈബിളിൻ്റെ രേഖ അനുസരിച്ച് 3 യേശു കരഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് യേശു കരഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 34, 35, 36 വാക്യങ്ങളിൽ ലാസറിൻ്റെ ഉയർപ്പിനോടനുബന്ധിച്ച് ആ കല്ലറക്കൽ വച്ചാണ്. രണ്ടാമത്തെ കരച്ചിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സുവിശേഷങ്ങളിലാണ്. അതിലൊരു വചനം ഉദ്ധരിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള 41, 42 വേദഭാഗങ്ങളിലാണ്. യേശു യെരൂശലേമിനോട് സമീപിക്കുമ്പോൾ അതിനെ വിചാരിച്ച് കരഞ്ഞു. മൂന്നാമത്തെ കരച്ചിൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് യേശു ക്രൂശിൽ കിടന്നു ഏലി ഏലി ലമ്മ ശബക്താനി എന്നിങ്ങനെ കരഞ്ഞു. 3 സന്ദർഭങ്ങൾ. 1 ലാസറിൻ്റെ കല്ലറയ്ക്കൽ. 2 യേശു കരഞ്ഞത് അവൻ യെരൂശലേമിനോട് സമീപിക്കുന്ന ഘട്ടം, അതായത് ഒരു കഴുതപ്പുറത്തേറി യേശു വരുന്ന ആ രംഗം. 3-ാമത്തെ സന്ദർഭം അവിടുത്തെ കാൽവറി ക്രൂശിലാണ്. എന്തിനാണ് കരഞ്ഞത്? ഇതൊരു സുപ്രധാനമായ സംഭവമാണ്. ഒരുപക്ഷെ വിശ്വാസികളല്ലാത്ത, ഈ പന്തലിനുള്ളിൽ ഇരിക്കാത്ത, പുറമേ നിന്ന് വചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ന്യായമായി ഉദ്ധരിക്കാവുന്ന ഒരു ചോദ്യം: ദൈവം കരയുമോ? ദൈവം എന്തിനാണ് കരഞ്ഞത്? ദൈവത്തിന് യോഗ്യമാണോ കരച്ചിൽ? ഞങ്ങളുടെ സംവാദവേദികളിൽ മുസ്ലിം സഹോദരന്മാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. യേശു നല്ലൊരു മനുഷ്യനൊക്കെയാണ്, നല്ല പ്രവാചകനാണ്, പക്ഷേ ദൈവമൊന്നുമല്ല, അതുകൊണ്ട് കരഞ്ഞതെന്തിനാ? ദൈവം കരയുമോ? ദൈവം കരയുമോ എന്ന് മാത്രമല്ല, മറ്റൊരു ചോദ്യം കൂടി ചോദിക്കും: ദൈവം മനുഷ്യനാകുമോ? ദൈവം മരിക്കുമോ? അല്ലല്ല, ദൈവം ജനിക്കുമോ? ചുരുക്കി പറഞ്ഞാൽ മനുഷ്യത്വമുള്ളൊരു ദൈവമോ? അതെന്താണ് കാര്യം? ആ ചോദ്യം തീർച്ചയായും അർത്ഥവത്താണ്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അതുവഴി വരാൻ ഈ കരച്ചിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഞാനതിലേക്ക് വരാം. എന്തിനാണ് യേശു കരഞ്ഞത് എന്ന് പറയും മുമ്പ് യേശു ആരാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സന്ദർഭത്തെ ആസ്പദമാക്കിയാണ് നേതൃസ്ഥാനത്ത് വരുന്നത്. ചിലർ അത്തരം നേതാക്കന്മാരെ ദൈവമായി കാണും. ഞാൻ വിചിത്രമായ ഒരു കാഴ്ച ഗുജറാത്തിൽ കണ്ടു. ആ കാഴ്ച വേറൊന്നുമില്ല. ഗോഡ്സെ നമ്മളറിയുമല്ലോ, മഹാത്മജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ. ആ ഗോഡ്സെക്ക് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഒരു ആരാധനാലയം ഗുജറാത്തിലുണ്ട്. അത് കണ്ട് ചിരി വന്നുപോയി. ആ ഗ്രാമം കണ്ട് ചിരിച്ചു. കാരണം മഹാത്മജി എന്ന ലോകം വാഴ്ത്തുന്ന ആദരണീയനായ ആ വ്യക്തിത്വത്തെ കൊന്നളഞ്ഞു. ആ വ്യക്തിക്ക് ഒരു ദേവാലയം പണികഴിപ്പിച്ച് അവിടെ ഇരുന്ന ആളുകൾ ആ വ്യക്തിയെ ദൈവമായി കണ്ട് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഈ ഗോഡ്സെ ഈ സംഭവത്തിന് മുമ്പ് ദൈവമല്ല. എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനാ, ഒരു സാധാരണ മനുഷ്യനാ. എന്നാൽ ഏതൊക്കെയോ കാരണത്താൽ ഈ ഗോഡ്സെ അവിടെ ആദരിക്കപ്പെട്ടു. വ്യക്തികൾ പലപ്പോഴും ഇങ്ങനെയാണ്. അവർ സാമൂഹിക പരിഷ്കർത്താക്കളാണ്. അവർ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണ്. ഗോഡ്സെയുടെ കാര്യം ഒഴിച്ചാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു, ഇത്തരം ആളുകളും അണികളും സജ്ജരാകുന്നു. അതിനൊരു ഇൻസിഡൻറ്റ് പറയണം. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒരു വാദത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയല്ല. ഇതുപോലെ ചിലരെ എടുക്കാം. ഇതിനൊരു അപവാദം ഈ യഹൂദന്മാരുടെ ചിന്തയാണ്. മോശ ശ്രദ്ധേയനായൊരു ലീഡറാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, അവരെ രൂപപ്പെടുത്തിയ വ്യക്തിത്വമാണ്. അബ്രഹാം വേണമെന്നെങ്കിൽ അവിടെ രാഷ്ട്രത്തിൻ്റെ തന്നെ സങ്കല്പങ്ങൾ അദ്ദേഹമാണ് രൂപപ്പെടുത്തിയെന്ന് പറയാം. രാഷ്ട്രപിതാവാണെന്ന് പറയാം. അദ്ദേഹമാണ് അവരുടെ ജീവിതചര്യകളെ മുഴുവൻ വിഭാവനം ചെയ്ത ആദ്യ ദർശനത്തിൻ്റെ ഉടമയെന്ന് പറയാം. ഇനി നമുക്ക് മുമ്പോട്ട് വരാം. ദാവീദ് എന്നൊരു മനുഷ്യനെ എടുക്കാം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തനായ ഒരു രാജാവാണ്. നിങ്ങൾക്കറിയണ്ടേ, ഇന്നും ഒറ്റ യഹൂദനും ഈ ദാവീദിനെ ദൈവമായി കാണുന്നില്ല. ഒറ്റ യഹൂദനും മോശയെ ദൈവമായി കാണുന്നില്ല. ഒറ്റ യഹൂദനും അബ്രഹാമിനെ ദൈവമായി കാണുന്നില്ല. എന്നാൽ മറ്റു മതചിന്തകളുടെ അവസ്ഥ അങ്ങനല്ല. അതിൽ പ്രമാണിമാർ പതുക്കെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരാറുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ ചില വേർഷനുകൾ എടുക്കുക. ആ വേർഷനുകളിൽ ഞങ്ങൾ ഇവാഞ്ചലിക് ക്രിസ്ത്യൻസ് ഒഴികെ മിക്ക ക്രൈസ്തവരും അവർക്കിടയിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകത, നെടുനായകത്വം വഹിച്ച് ഒരു സ്ഥാപനത്തെ നയിക്കുകയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധേയമായ ജീവിതം നയിക്കുകയോ ബൈബിളിലെ ഏതെങ്കിലും കഥാപാത്രങ്ങളെയോ ദൈവതുല്യമോ അല്ലെങ്കിൽ വാഴ്ത്തിപ്പാടുന്ന ഒരു പ്രവണതയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ആദരണീയനാണ്. ആദരണീയനായ മറിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധയായ ഒരു കർത്തൃദാസിയാണ്. പത്രോസ് ആദരണീയനാണ്. അവരെയൊക്കെ
ആദരിക്കും, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷെ ആരാധിക്കില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ 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 ഒരാൾ മാത്രം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അതാണ് യഥാർത്ഥ ക്രിസ്തീയവിശ്വാസത്തിന്റെ ആധാരം. അതുകൊണ്ട് ഇവരെ ആരെയും അപമാനിക്കലല്ല അതിന്റെ ആധാരം. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു സംഭവത്താൽ ആരാധിക്കപ്പെടേണ്ടവനാണോ? യേശു ദൈവമാണോ? ഒരു ചോദ്യം. ഞങ്ങളോട് ചാരണം ചോദിക്കുന്ന ചോദ്യം, യേശുക്രിസ്തു എപ്പോഴെങ്കിലും ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഈ ആംഗ്ലിക്കൻ ചർച്ച് വിട്ടുപോയ ഒരു പുരോഹിതൻ, അദ്ദേഹം പറയുന്നു യേശു ഒരിക്കലും ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ചർച്ച് വിട്ടുപോയതാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരാളാണ്, യൂട്യൂബിലൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് തെറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞ, ബൈബിൾ വായിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയ പിഴവാണ്. പുരോഹിതന്മാരൊക്കെ ബൈബിൾ വായിച്ചു തുടങ്ങണം. അപ്പോൾ ഇത്രയും വലിയ അബദ്ധം പറയില്ല. ഇനി മറ്റൊരു ചോദ്യം, എനിക്ക് യേശു ദൈവമാണെന്ന് സ്വയം പറഞ്ഞാൽ ദൈവമാകുമോ? അതാണ് അടുത്തൊരു ചോദ്യം. ഏതെങ്കിലും ഒരാൾ ഞാൻ ദൈവമാണ് എന്ന് സ്വയം പറഞ്ഞാൽ ദൈവമാകുമോ? അങ്ങനെയെങ്കിൽ അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ആക്കാൻ പറ്റുമോ? ഞാൻ തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യത്തിന് വിലയില്ലെന്ന് പറഞ്ഞവനാ കർത്താവ്. എനിക്ക് സാക്ഷ്യം പറയാൻ വേറെ ആളുണ്ടെന്ന് കൃത്യം പറഞ്ഞിട്ട് ആളിനെ നമ്മുടെ ഇടയിൽ പരിചയപ്പെടുത്തി. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് പറയാം. ബഹുമാന്യരെ, നമുക്കറിയാം യേശുക്രിസ്തു മറിയ ജോസഫിൻ്റെ മകൻ എന്ന് ലോകം വിചാരിച്ചു എന്നാണ്. അങ്ങനെ വിചാരിച്ചോട്ടെ, തെറ്റൊന്നുമില്ല. യേശുവിന് സഹോദരിമാരുമൊക്കെ ഉണ്ട്. ബൈബിളിൽ കൃത്യം എഴുതിയിട്ടുണ്ട്, ഇവൻ യാക്കോബ് യോസേ എന്നിവരുടെ സഹോദരനല്ലയോ, ഇവൻ്റെ സഹോദരിമാരെയും നമ്മൾ കാണുന്നല്ലേ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 12-ാം വയസ്സിൽ യേശു ദേവാലയത്തിൽ മുതിർന്ന മനുഷ്യരുമായിട്ടൊക്കെ സംവാദിക്കുന്നു. ഈ ജ്ഞാനമെല്ലാം കണ്ടവരമ്പരന്നു. പക്ഷെ ഒരു കുഴപ്പം, ഈ ജ്ഞാനം ഉണ്ടെന്ന് കരുതി വിശപ്പിന് ആഹാരമാകില്ല. ജ്ഞാനം വിറ്റാലൊന്നും ആഹാരമാകില്ല. ഇപ്പം ഈ ഡിജിറ്റൽ യുഗത്തിൽ അതൊക്കെ പറ്റും, പക്ഷെ പണ്ടതൊന്നും കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു 18 വർഷം യേശു എവിടെ ആയിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ചില വിദ്വാൻമാർ പറയുന്ന ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ അഭ്യസിച്ചിട്ട് യേശു തിരിച്ചുപോയി. എന്നാൽ ഇന്ത്യക്കാരൻ ഒരാൾ ഈ വെള്ളത്തിന് മീതെ നടന്നൊന്ന് കാണിക്കുക. ഇത് തുടങ്ങിയ സ്ഥലമല്ലേ, ഒന്ന് നടന്ന് കാണിക്കുക. ഇവിടുന്ന് കൊണ്ടുപോയി ഇത്രയും വലിയ വിദ്യ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ വാദം കേട്ടിട്ടുണ്ട്. കാശ്മീരിൽ യേശുവിൻ്റേതെന്ന് പറഞ്ഞൊരു കല്ലറ മിസാർ ഗുലാം അഹമ്മദ് എന്നൊരാൾ രൂപപ്പെടുത്തിയിട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരനാണ് മിസാർ ഗുലാം അഹമ്മദ്. യേശുവിൻ്റെ കല്ലറ കാശ്മീരിലുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പാഠമുണ്ട്. ഇന്ത്യയിൽ യേശു വന്നു, ഈ കാലയളവിൽ നിന്ന് ഇവിടുത്തെ വിദ്യകളൊക്കെ പഠിച്ചു. നമുക്ക് പണ്ടുണ്ട് ഈ ബോംബും ആധുനിക സംവിധാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് പഠിച്ചിട്ട് പോയി പ്രയോഗിച്ചതാണെന്ന് അമേരിക്ക നാഗസാക്കിയിൽ. പക്ഷേ ഇതിൽ കാണേണ്ട കാര്യം, ഇന്ത്യ വർഷങ്ങളായിട്ട് ഈ സാധനം ഉണ്ടായിട്ടും ഇവിടുത്തെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താ പറ്റിയേ? ഒരു പിടിയില്ല. പോട്ടെ, അങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ ഉത്തരമില്ല. പിന്നെ നമ്മൾ പറയാറുണ്ട് ഇന്ത്യക്കാർ വലിയ ബുദ്ധിമാന്മാരാണ്. അതിന് എന്നോടൊരാൾ പറഞ്ഞത് പൂജ്യം കണ്ടുപിടിച്ചത് ആര്യഭടനാണ്. സംശയമൊന്നുമില്ല, അത് ബുദ്ധിയുടെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, 1, 2, 3, 4 പേരാ കണ്ടുപിടിച്ചേ? അതും ബുദ്ധിമാന്മാരല്ലേ? എത്ര എണ്ണസംഖ്യ, എണ്ണയാലൊടുങ്ങാത്ത എണ്ണസംഖ്യ ഉണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചതും ബുദ്ധിയല്ലേ? അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തും ബുദ്ധിമാന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ അറിയണ്ടേ? ഇന്ത്യയിലെ ബുദ്ധിമാന്മാർ അവരുടെ ബുദ്ധി ആളും തരവൊക്കെ നോക്കിയേ വിഭജിച്ച് കൊടുത്തുള്ളൂ. അതാ കുഴപ്പം. എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഭാഷാപിതാവിൻ്റെ പേര് എഴുത്തച്ഛൻ എന്നാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ അവസ്ഥ കേൾക്കണമായിരുന്നോ? എഴുത്തച്ഛന് വിദ്യ അഭ്യസിക്കാൻ കഴിയില്ല. ജാതിപരമായി ശ്രേണിയിൽ താണ വ്യക്തിയായിട്ട് വിദ്യ അഭ്യസിക്കാൻ വയ്യ. എന്നിട്ടും വിലക്കുകളെ ലംഘിച്ച് എഴുത്തച്ഛൻ പഠിച്ചു. അപ്പോൾ എഴുത്തച്ഛൻ പഠിച്ചു എന്നോ? മലയാള ഭാഷയുടെ പിതാവല്ലേ തുഞ്ചത്ത് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ പഠിച്ചു, നല്ല അറിവ് സിദ്ധിച്ചു എന്ന് കേട്ടപ്പോൾ ചാട്ടക്കടിച്ചിട്ട് അടുത്തൊരു ശിക്ഷ. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ട് എന്ത് ചെയ്തു? എഴുത്തച്ഛൻ്റെ ചുമലിലേക്ക് ഈ ചക്കാട്ടുന്ന വിദ്യ, അങ്ങനെ പുതിയ പിള്ളേർക്കൊന്നും ചക്കാട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയില്ല. എണ്ണ എടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ മില്ലിൻ്റെ പ്രാക്തനമായ രൂപം. അത് ഒരു മരക്കമ്പ് ഒരു കന്നുകാലിയുടെ തോളിൽ വെച്ചിട്ട് അതിനെ കൊണ്ടിങ്ങനെ വട്ടം ചവിട്ടിക്കുമ്പോഴാണ് ഈ തേങ്ങയൊക്കെ പൊടിഞ്ഞ് നമുക്ക് എണ്ണയായിട്ട് കിട്ടുന്നത്. ഈ ചക്കിൻ്റെ മുനമ്പം ഈ എഴുത്തച്ഛൻ്റെ ശരീരത്തിലേക്ക് വെച്ചിട്ട് ചാട്ടക്കടിച്ചിട്ട് എഴുത്തച്ഛനെ കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കളഞ്ഞു. അതുകൊണ്ടും തീരാഞ്ഞിട്ട് മദ്രാസിലേക്ക് നാട് കടത്തി. കാലമൊത്തി കഴിഞ്ഞപ്പോൾ ചരിത്രം എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായിട്ട് പുകഴ്ത്തി വാഴ്ത്തി. എന്താ പറഞ്ഞേ? ഇതായിരുന്നു നാട്. നമ്മുടെ നാട്ടിൽ അറിവുണ്ടായിരുന്നേ, നമ്മുടെ നാട്ടിൽ പ്രാപ്തരുണ്ടായിരുന്നേ. പക്ഷേ എന്ത് ചെയ്താൽ ഒരു വരേണ്യ വർഗം അത് താഴേക്ക് വിട്ടുകൊടുക്കുകയില്ല. അതിന് താഴേക്ക് അറിവ് ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ല.
എന്തൊക്കെയോ കുഴപ്പം വരുമെന്നാ. ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളോട് പറയാം. എൻ്റെ മാത്രമല്ല, പലരുടെയും സാക്ഷിയാണ്. ഇന്ത്യയിൽ പൗരാണികമായ സങ്കല്പം അനുസരിച്ച് വലിയ വലിയ സംഗതികൾ കണ്ടുപിടിച്ച ആളുകളും വിദ്യാസമ്പന്നരും വിദ്യയ്ക്ക് വേണ്ടി തന്നെ ദേവീദേവ സങ്കല്പങ്ങളുമൊക്കെ ഉള്ളൊരു നാടായിരുന്നു. എനിക്കതിനോട് ഒരു അനാദരവുമില്ല. കാരണം ഇവിടെയുള്ള മഹാരഥന്മാർ സംസ്കൃതത്തിലുമൊക്കെ നല്ല പാണ്ഡിത്യം നേടിയ ആളുകൾ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്രതിഷേധം ഇത്രേ ഉള്ളൂ, എന്ത് ചെയ്താൽ ഇത് എനിക്ക് തന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നത് ബെഞ്ചമിൻ ബെയ്ലി. അതിന് ശേഷമാണ് ഞാനിത് പഠിച്ചു തുടങ്ങി. അർണോസ് പാതിരി വന്ന ശേഷം, കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലി വന്ന ശേഷം, ബേക്കർ സാഹിബ് വന്ന ശേഷം, തോമസ് നോട്ടൺ വന്ന ശേഷമാണ് വിദ്യ എന്ന രണ്ടക്ഷരം സാധാരണ ജനങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയത്. വിദ്യയുടെ തീനാളം അങ്ങോട്ട് ആളി കത്തിക്കഴിഞ്ഞപ്പോൾ ഇത്തരം വ്യവസ്ഥകളൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ വീണു. ഇനി ഞങ്ങൾ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഈ സ്നേഹത്തിന്റെ ചങ്ങല യേശുവിനോട് ചേർത്ത് ബന്ധിച്ചുകൊണ്ട് വിദ്യയുടെ വിപ്ലവം തുടങ്ങി വെച്ചത് ഇന്ന് പേര് കേൾക്കുന്ന പലരുമല്ല, ചതുരവടിവുള്ള അക്ഷരങ്ങളെ വട്ടെഴുത്താക്കി മാറ്റിയത് ബെഞ്ചമിൻ ബെയ്ലിയ. ഇതിവിടെ നടക്കുമ്പോൾ അങ്ങ് ഗുണ്ടർട്ടെ, അങ്ങ് നമ്മുടെ മലബാറിലുമല്ല ഇത് ചെയ്തു. ഞാനിതൊക്കെ സമയമെടുത്ത് പ്രസംഗിക്കുക. ഞാൻ ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞ് 2 പ്രസംഗം പറഞ്ഞ് കിടപ്പുണ്ട്. അതിലിതെല്ലാം സുവ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബൈബിളിൽ തന്നെ നിൽക്കണം, തിരിച്ചു വരാം. എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണ്ടേ പ്രിയപ്പെട്ടവരെ? യേശുവിനെ എന്നറിയണേ, യേശുവിനെക്കുറിച്ചൊന്ന് പഠിക്കണേ, കാര്യങ്ങളൊന്ന് ഗ്രഹിക്കണം. യേശു അങ്ങനെ 18 വയസ്സ് വരെ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ബൈബിളിൽ കൃത്യ ഉത്തരവുണ്ട്. അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിക്കഴിഞ്ഞു. ബൈബിൾ എഴുതിയിരിക്കുന്ന അങ്ങനെ വീട്ടിൽ. അങ്ങനെ തെറ്റാണ്. മാതാപിതാക്കൾക്ക് കീഴടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞില്ല. അവൻ നാട്ടിൽ അവിടുന്ന് ചാടി ഇവിടെ വന്നു എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് കീഴടങ്ങി കഴിയാത്തവനാണ്. മനസ്സിലായില്ലേ? ഇവിടെ വന്ന് ഏതാണ്ടൊക്കെ പഠിച്ചിട്ട് പോയി. എവിടെ? ചുമ്മാ ഊഹം പറയാതെ തെളിവ് വെച്ച് സംസാരിക്കണം. തെളിവാ പറയണ്ടേ. ഞാനത് പറയുമ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഈ ബ്രിട്ടീഷുകാർ കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. നിങ്ങൾ ഈ പരസ്യം നടത്തുന്ന പാസ്റ്റർമാരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പരസ്യമൊക്കെ നടത്തുമ്പോൾ അതുകൂടി സാറേ, ചില ആളുകൾ വന്നിട്ട് നമ്മുടെ അടുത്ത് നമ്മളല്ല ഈ ബ്രിട്ടീഷ് പക്ഷപാതികളാണ് എന്നൊരു രീതിയിൽ സംസാരിക്കും. തുറന്നു പറയാൽ എനിക്കല്പം ബ്രിട്ടീഷ് പക്ഷപാതം ഉണ്ട്. എന്തിനാ കള്ളം പറയുന്നത്? ഇതൊക്കെ കൊണ്ടാ ഈ പറഞ്ഞുകൊണ്ടാ. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടല്ല കേട്ടോ, ഇന്ത്യയിൽ വന്ന മിഷണറിമാരോടാണ്. രണ്ടും രണ്ടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ കൊള്ളയടിക്കാൻ വന്ന അവരോട് എന്തിനാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ കൊള്ളയടിക്കും മുമ്പ് ഇന്ത്യയിലെ രാജാക്കന്മാർ ഇന്ത്യ കൊള്ളയടിക്കായിരുന്നു. കൊള്ളക്കാർ ഒരുപോലെ കാണണം. അത് നാട്ടിലെ കൊള്ളക്കാരനും വിദേശ കൊള്ളക്കാരനും രണ്ടാകുമോ? 108 വിധ കരം പിരിച്ച നരാധമന്മാരുടെ പേരാ ഇന്ത്യയിലെ രാജാക്കന്മാർ. തെളിവ് വെച്ചേ സംസാരിക്കാവൂ. 108 വിധ കരം കണ്ടോ? ഇപ്പോഴൊക്കെ നമ്മുടെ കരം കുറവാണെന്ന്. പണ്ടത്തെ സ്ഥിതിക്കണം. 108 വിധ കരം. ആ കരങ്ങളുടെ പലതിൻ്റെയും പേര് പൊതുജനസമക്ഷം പറഞ്ഞുകൂടാ. നടക്കരം, കുടിക്കരം, കിടക്കരം, മുലക്കരം, തലക്കരം. കണ്ടോ? അമ്മ മാറുമറക്കുന്നതിന് കരം കൊടുക്കേണ്ടി വന്ന ഒരു നാടിൻ്റെ പേരാണ് കേരളം. മനസ്സിലായില്ലേ? അതൊക്കെ മാറ്റിമറിച്ചത് എന്താ? എങ്ങനെയാ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നത്? ഈ പുസ്തകം പഠിക്കണമെന്നേ, ചരിത്രം കൂടി പഠിക്കണം. ഒത്തിരി വസ്തുതകൾ പറയാനുണ്ട്. 108 വിധ കരം തിരുവിതാംകൂർ രാജാക്കന്മാർ പിടിക്കും. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുകഴ്ത്തി പറയുന്ന ടിപ്പു സുൽത്താനും ഒക്കെ ഇല്ലേ? ഈ സുൽത്താനും ഒക്കെ എന്തോ ചെയ്തെന്ന് പറയുന്ന വാര്യംകുന്നൻ, ടിപ്പു സുൽത്താൻ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും ആവേശമാണ്. ഒരാവേശം വേണ്ട. ജനാധിപത്യം പുലർന്ന് മര്യാദയ്ക്ക് നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പരിചയമല്ലെന്ന്. അവരവരുടെ മക്കൾക്കും 8ഉം 10ഉം ഭാര്യമാരുണ്ട്. അവർക്കും ഒക്കെ വേണ്ടി സുഖലോലുവരായി നമ്മളെയൊക്കെ വെച്ച് പണിയെടുത്ത് കഷ്ടപ്പെടുത്തി ജീവിച്ചവരാ ഈ പറയപ്പെട്ട രാജാക്കന്മാർ. ഒറ്റ രാജാവും ഇന്ത്യയിൽ മര്യാദയ്ക്ക് ഭരിച്ചിട്ടില്ല. കൊണ്ടേ തെളിവ് പറയുന്നുണ്ട്, ഇന്ന രാജാവ് ഡീസൻ്റ് ആയിരുന്നു. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഔദാര്യം അവർ കാണിച്ചു എന്ന് വേണം പറയാൻ. ഇന്നേ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നു മുതലുള്ള ഇന്ത്യ എന്നറിയോ? 1947 ശേഷമുള്ള ഇന്ത്യ. അതിനു മുമ്പുള്ള ഇന്ത്യ എനിക്ക് ഭയമാണ്. അതിനു മുമ്പുള്ള ഇന്ത്യ എനിക്ക് ഭീകരമാണ്. കാരണം എന്താ? മനുഷ്യനെ വില പറഞ്ഞ് വിൽക്കുന്ന ചന്തയായിരുന്നു തിരുനക്കര. ആ ഇന്ത്യയെ ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടപ്പുള്ള കാര്യമല്ല. നോക്കണം, അമ്മയ്ക്ക് മാറുമടക്കാൻ നികുതി അടയ്ക്കേണ്ടി വന്ന ഇന്ത്യയെ ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മനോരോഗികൾക്ക് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? രാജാക്കന്മാർക്ക് ഇംഗിതം പോലെ ജീവിക്കാൻ നല്ല മണ്ണും നല്ല പെണ്ണും രാജാവിൻ്റെതെന്നുള്ള ആപ്തവാക്യത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ ജനാധിപത്യ ബോധമുള്ള മനുഷ്യന് കഴിയില്ല. പക്ഷെ 47 ശേഷമുള്ള ഇന്ത്യയെ ഞാൻ സ്നേഹിക്കും. അതിൻ്റെ കാരണം 47 മുമ്പ് ഞാൻ ഈ രാജ്യത്ത് വെറും പ്രജയാണെങ്കിൽ 47 ശേഷം ഞാൻ പൗരനായി, അവകാശമുള്ള പൗരൻ, ഭരണഘടനയുള്ള പൗരൻ, ഒരു രാജ്യത്തിൽ അന്തസ്സും ആഭിജാത്യം എനിക്ക് തന്ന ഭരണഘടനാ ബോധമുള്ള പൗരനാക്കി എന്നെ മാറ്റിയത് 47 ശേഷമാണെന്ന്. അതിനുമ്പോൾ ബ്രിട്ടീഷുകാരും കണക്കാ, നീയും കണക്കായിരുന്നു. ഇഷ്ടം പോലെ പിരിച്ചു, പാവപ്പെട്ടവനെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ വഴിക്കൊന്നും ഒത്തിരി ഞാൻ പോകുന്നില്ല. എന്നാലും ഒന്ന് പറയട്ടെ, ഈ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സംഭവിക്കുന്നത്, ഒരു രാജാവ് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നാട്ടുരാജാവുമായിട്ട് അടിവെക്കും. പിണങ്ങല്ലേ?
എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ പണ്ട് എഴുമറ്റൂർ ഒരു രാജ്യമാണ്, ഒരു നാട്ടുരാജ്യം. അങ്ങനെയൊക്കെ രാജ്യം ഉണ്ടാകുന്ന കേട്ടാൽ തന്നെ അത്ഭുതമാണ്. ഈ നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ കൊച്ചു പ്രവിശ്യയാണ്. സന്തോഷ് സാറേ കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ VIP-യുടെ കേട്ടോണം. പഴയ നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെൻറ്ററിൻ്റെ വലിപ്പമില്ല. ആ നാട്ടുരാജാവിനേക്കാൾ അത്രയോ ഡീസൻ്റായിട്ട് നമ്മുടെ ഒരു സെൻട്രൽ പാസ് കഴിയുന്നതെന്നുള്ള കാര്യം സാറിനറിയാമോ? അത് കുട്ടിച്ചാ പറഞ്ഞ ശരിയല്ലേ? മൂളാൻ പേടിയാ, പോട്ടെ. സ്ഥലം മാറ്റം കിട്ടുന്നുള്ള പേടി പോട്ടെ. ഇത്തരം നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു ഒത്തിരി. നാട്ടുരാജാക്കന്മാർ പരസ്പരം അടിക്കുക. കാരണം ഈ നദിയൊക്കെയാണ് അതിൽ. ഇതിൽ കൂടി വള്ളമൊക്കെ കൊണ്ടുവരണം, വഴിയൊന്നും ഇല്ലല്ലോ, അതാ രസം. അപ്പോൾ ഇത് നദി എൻ്റെയാണ്, നദിയുടെ പേര് ഭയങ്കര അടി. ഇത് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അടിക്കും, അവൻ ഇങ്ങോട്ടും അടിക്കും. ഈ അടി മൂക്കുമ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുക്കും, നമ്മുടെ ഈ അടിയൊന്നും ഏൽക്കുകയില്ല. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പട്ടാളമുണ്ട്, അവരെ വിളിച്ച് അവർ വന്ന് അടിക്കും. ഒരുതരം പ്രാകൃത ഗുണ്ടാപ്പണി വിളിക്കും. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സായിപ്പിനോട് പറയും, ഞങ്ങൾ ഇന്ന രാജാവ് എനിക്കിട്ട് അടിക്കുക, ഒന്ന് വരാമോ? പിന്നെന്താ സായിപ്പ് നോക്കി നിൽക്കല്ലോ, ചാൻസ് ഉണ്ടോ? സായിപ്പ് പറയും, അവൻ മാത്രമല്ല അവൻ്റെ കൂടെ അടിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ തുരത്താം. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ അവിടെ താമസിക്കും, ഒരു കണ്ടോണമെൻ്റ് ഉണ്ടാക്കും, ഞങ്ങൾ അടുത്ത് കൃഷി ചെയ്യും. നിങ്ങൾ ജീവിച്ചോ, ഭൂമി വെറുതെ കിടക്കല്ലേ. മാത്രമല്ല ഒരു പട്ടാളക്കാരന് ക്ഷതമേറ്റാൽ ഇത്ര രൂപ വെച്ച് ഞങ്ങൾക്ക് തരണം. നിങ്ങൾ നേരിട്ട് തരണ്ട, നികുതി പിരിച്ച് അതിലൊരു ഭാഗം തന്നാൽ മതി. നിങ്ങളിഞ്ഞ് വാന്നേ. ഇങ്ങനെ ബ്രിട്ടീഷുകാരനെ ഒരു നാട്ടുരാജാവ് കൂലി കൊടുത്ത് ഇവിടെ കൊണ്ടാക്കും. ഇവൻ കയറി മറ്റവനിട്ടടിക്കും, മറ്റവൻ തിരിച്ചടിക്കും. ആ അടിയുടെ പേരാ സ്വാതന്ത്ര്യ സമരം. വല്ല മനസ്സിലായോ? അല്ല, എന്നെ നിങ്ങളെ ഗുണപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം അല്ലെന്നിത്. മറ്റവന് നികുതി പിരിക്കാനുള്ള പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി വില്ലെടുത്തു, വാളെടുത്തു, കുന്തമെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോകാതെ, ആഗസ്റ്റ് 15 പറഞ്ഞിട്ട് ചുമ്മാ നിന്നോണ്ട് പ്രസംഗിക്കാതെ കാര്യം വ്യക്തമാക്കി കൊടുക്കണം. അവൻ്റെ നികുതി പിരിക്കണം. അങ്ങനെ ഇവൻ പിരിച്ചാൽ പോരാന്ന് പറഞ്ഞ് ഇവർ തങ്ങൾ അടിക്കും. അടി ഇങ്ങനെ ആദ്യഘട്ട സ്വാതന്ത്ര്യ സമരം കേട്ടോ. 1885 അലൻ ഒക്ടോബർ ഹ്യൂം വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള അടിയുടെ കാര്യം ഞാൻ പറഞ്ഞേ. ദേശീയ പ്രസ്ഥാനം വന്ന ശേഷം അതിൻ്റെ രൂപവും ഭാവമൊക്കെ മാറിയിട്ടുണ്ട്, പോട്ടെ. അപ്പോൾ ഇങ്ങനെ അടി നോക്കുമ്പോൾ നമ്മുടെ അടിയൊന്നും മോശമല്ല. പ്രശ്നം എന്താണെന്നറിയണ്ടേ? നമ്മുടെ അടിയെന്ന് പറഞ്ഞാൽ നല്ല ശാസ്ത്രീയമായി അടി പഠിച്ച ആൾക്കാർ നമുക്കുണ്ടായിരുന്നു. അന്നത്തെ പട്ടാളക്കാരുടെ വേഷം എന്നൊക്കെ പറഞ്ഞാൽ ഈ തലയിൽ വലിയൊരു തുണിക്കെട്ടുണ്ട്, അതാണ് ഔദ്യോഗിക വേഷം. അതിൽ ഇങ്ങനെ രാജാവിൻ്റെ മുദ്രയൊക്കെ കാണും. ഈ തുണി വേണ്ടെടുത്ത് കഷ്ടിച്ചൊരു 2 ഇഞ്ച് തുണി, കൊമ്പം മീശ. ഇതാ പട്ടാളം, നമ്മുടെ പട്ടാളം. പട്ടാളത്തിന് ആയോധന കലകളെല്ലാം അറിയാം. അവർ കൃത്യമായി തന്നെ ഈ വഴിപാടും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് യുദ്ധത്തിന് നിൽക്കുക. നമ്മുടെ യുദ്ധത്തിന് പ്രത്യേകത, എതിരാളിയെ കൂടി വണങ്ങിയിട്ടാണ് അടി കൊടുക്കുന്നത്. ലോകത്തൊരു രാജ്യത്തിലും അത്ര രീതിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞൊരു കീച്ചിട്ട് കൊടുക്കുക. അച്ഛാ സുഖമായിട്ടിരിക്കുന്നു, പിടിച്ചു ഓർണമെന്ന് ഇങ്ങനെ കൊടുക്കുന്ന വിധത്തിലെ യുദ്ധമായിരുന്നു പണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. നല്ല യുദ്ധം. അത് നമ്മൾ ചരിത്രം പഠിച്ച ഒത്തിരി കാര്യങ്ങളുണ്ടേ. മുമ്പോട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ വഴിയൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെ അടിയെന്നറിയണ്ടേ? അതിൻ്റെ തത്വങ്ങൾ കുറേയൊക്കെ എനിക്കറിയാം, പക്ഷേ അടിക്കാനൊന്നും അറിയത്തില്ല, അതിനുള്ള ശേഷിയില്ല. ഈ തത്വം അറിയാം, തത്വം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അടി തുടങ്ങി. അതിനു മുമ്പ് പ്രകൃതിയെ നമസ്കരിച്ചു, മണ്ണിനെ നമസ്കരിച്ചു, മാതാപിതാക്കളെ ഓർത്തു. രാഹുകാലം വിറ്റ ഞങ്ങൾ ആരാണ്ടാണോ? അന്ന് ഇന്ത്യ വിറ്റ നാട്ടുരാജാവിൻ്റെ കൊച്ചുമകനാ ഞങ്ങളുടെ പരസ്യവും കലക്കിയിട്ട് ചൊറിയാ. നീയൊക്കെ ചരിത്രം പഠിക്കും, ആദ്യം ചരിത്രം പഠിക്കും. ഞങ്ങളല്ലെന്ന്, ഞങ്ങളങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഏത് കോടതിയിലും മൊഴിവെടുക്കാം, ഞങ്ങളല്ലത്. നിരുപാധികം വിട്ടയക്ക് സാർ, നമ്മളല്ല. നിങ്ങൾ ചരിത്രത്തിൽ സംഭവം കൊണ്ടുപോവാ. ഞങ്ങൾ വേറെ ടീമാണ്. ഞങ്ങളാരുടെ ടീമാണെന്നറിയോ? ഒരു നുള്ളു മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാതെ, ഇവിടുന്ന് ആരെയും ഉപദ്രവിക്കാതെ ഈ രാജ്യത്തേക്ക് അങ്ങ് ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനിൽ നിന്നൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ വന്ന കുറേ മനുഷ്യരുണ്ട്, മിഷണറിമാർ. അവരുടെ പക്ഷേ അവർ കൊള്ളയടിക്കാൻ വന്നല്ല. ആ നാട്ടിൽ അവർക്കുണ്ടായിരുന്ന സ്വത്തും സമ്പത്തും ഒക്കെ ഇവിടെ കൊണ്ട് ചിലവഴിച്ച് ഇവിടെ മരിച്ചു വീണ മഹാരഥന്മാരുടെ പിൻഗാമികളായിട്ടാ ഞങ്ങൾ ഇന്ന് സുവിശേഷം പറയുന്നത്. അവരാണ് കലാലയങ്ങൾ രൂപപ്പെടുത്തിയത്. ഇന്ത്യയുടെ മാറ്റത്തിന്റെ മുഴുവൻ മാറ്റൊലി അവരുടെ ശബ്ദത്തിലൂടെ പുറത്തു വന്നത്. ഇന്ത്യക്കാരൻ ആദ്യം BA MA ഈ ഡിഗ്രി കണ്ടതേ ബൈബിൾ സ്കൂളിൽ നിന്നാ. മനസ്സിലായോ? സെമിനാരികൾക്കകത്തുനിന്നാ ആദ്യം BA MA പുറത്തു വന്നത്. സർക്കാർ അംഗീകൃത ഡിഗ്രി അതാ പുറത്തു വന്നത്. എനിക്ക് നേരമില്ല, അതുകൊണ്ട് അതൊക്കെ വിടുന്നു. പറഞ്ഞ എന്തിനാ? 18 കൊല്ലം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അതാ വചനം പറയുന്നത്. വയസ്സ് 30 വയസ്സാകുമ്പോൾ യേശു മിനിസ്ട്രി ആരംഭിക്കുക. അല്ലാതെ ചിലർ ധരിച്ചതുപോലെ യേശു ഇങ്ങനെ 12 വയസ്സൊക്കെ കഴിഞ്ഞ് പണിയെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഉളിയെടുത്തു,
കൊട്ടുപടി എടുത്തു. ഒരു കോഴിക്കോട് പോലും വൃത്തിക്ക് പണിയാൻ കഴിയുന്നില്ല. യോസേഫും മറിയം കൂടെ വിളിച്ചു, മക്കളിഞ്ഞ് വന്നേ, പാപ്പാ കുറ്റം പറയാമെന്നൊന്ന് ഓർക്കത്, ഇരുന്നു. നിൻ്റെ താഴെ 2 ചേച്ചിമാർ 2 പെങ്ങന്മാരുണ്ട്, അനിയന്മാരുണ്ട്, നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി. അങ്ങനെ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോൾ ദൈവമായ ആളല്ല യേശുക്രിസ്തു. മനസ്സിലായോ? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോൾ ജീവിക്കാനൊരു മാർഗം അങ്ങനെ വന്നല്ല. പിന്നെങ്ങനെ? പറയാം. പഴയ നിയമത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും 234 വാക്യങ്ങളുടെ തെളിവ് യേശുവിനെക്കുറിച്ചുണ്ട്. ഇങ്ങനെ ഒരുവൻ വരും, അവൻ ജനിക്കുന്ന സ്ഥലം ഒരുവൻ പ്രവചിച്ചു, അവൻ ജനിക്കുന്ന വിധം മറ്റൊരുവൻ പ്രവചിച്ചു. ഒന്നുകൂടി ഞാൻ കൃത്യം പറഞ്ഞാൽ, യേശുവിനെക്കുറിച്ചുള്ള പൗരാണികമായ പ്രവചനങ്ങളിൽ ഒന്ന് ഉൽപ്പത്തി 3:15 അവിടെ പറയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സർപ്പത്തിന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കുമെന്ന് എഴുതി വെച്ചപ്പോൾ ഉൽപ്പത്തിയുടെ ഗ്രന്ഥം തീരുമ്പോൾ യേശു ജനിക്കുന്ന കുലം പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി. കൃത്യമായി പറഞ്ഞു, യഹൂദ ഒരു ബാലസിംഹം. അല്പം കൂടി കാലം കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രവാചകൻ വന്നിട്ട് യാക്കോബിന്റെ കുടുംബത്തിൽ ജനിക്കുന്ന യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും സംഖ്യാപുസ്തകത്തിൽ. അടുത്ത പ്രവാചകൻ വന്നിട്ട് യേശു ജനിക്കുന്ന സ്ഥലം മീഖ പ്രവചിച്ചു, ബേത്ലഹേം, എബ്രാത്തയിലെ ബേത്ലഹേമിൽ നിന്ന് ക്രിസ്തു ജനിക്കും. 2 ബേത്ലഹേം എന്നുണ്ട്, അതിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എബ്രാത്തയിലെ ബേത്ലഹേമിൽ നിന്ന് നസ്രായനായ യേശു ജനിക്കുമെന്നുള്ള ആ പ്രവചനം കൃത്യം പ്രവചിച്ചു. ഇനി യെശയ്യാവ് എന്ന പ്രവാചകൻ വന്നിട്ട് ഇതുവരെ പറഞ്ഞ പ്രവാചകന്മാരെ മുഴുവൻ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, അല്ലേ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാര, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, സ്ത്രീയുടെ സന്തതി. പക്ഷെ അവൻ കേവലം ഒരു സ്ത്രീയുടെ സന്തതിയല്ല, അവൻ കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. ഇത് കഴിഞ്ഞു ദാവീദിൻ കാലമെത്തുമ്പോഴേക്ക് സ്ഥിതി കുറിച്ച് മാറി. അദ്ദേഹം പറയുകയാണ്, യേശുവിൻ്റെ ക്രൂശിലെ മരണ നിമിഷം വരെ കൃത്യം പറഞ്ഞു, യേശുവിൻ്റെ അങ്കിക്കായി ചീട്ടിടുന്ന രംഗം പറഞ്ഞു, ആക്രമിക്കുന്ന രംഗം പറഞ്ഞു, മുൻകൂട്ടി ഈ പ്രവചനമെല്ലാം പറഞ്ഞു. ഇതിനു മുമ്പ് യെശയ്യാ ചെയ്തൊരു കാര്യം കൂടി പറയാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായമുണ്ട്. തീരെ കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ. അവിടുന്ന് വല്ലാത്ത ശബ്ദം ഇങ്ങോട്ട് വരുന്നു. ആ ഫോണൊക്കെ ഓഫാക്കി വെക്കണേ, ശ്രദ്ധിക്കണേ. യെശയ്യാ പറയാം 53-ാം അധ്യായത്തിൽ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യെശയ്യാവേ, ആരായി ഞങ്ങൾ? യെശയ്യാ പറയും, ഞങ്ങൾ ഉൽപ്പത്തി മുതൽ ഞാൻ വരെയുള്ള ഞങ്ങൾ ജനത്തെ കേൾപ്പിച്ചത് ആരാ വിശ്വസിച്ചിരിക്കുന്നത്? ഞങ്ങളോ? പഴയ നിയമപ്രവാചകന്മാരായ ഞങ്ങൾ ജനത്തെ കേൾപ്പിച്ചു ഒരു കാര്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവൻ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവം അവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ പാപം നിമിത്തം മുറിവെറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമൊന്നുമിരിക്കുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായു തുറക്കാതെ ഇരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയുമായിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യേശുവിൻ്റെ ക്രൂശ് മരണം യേശു ജനിക്കുന്നതിൻ്റെ ഏകദേശം 700 വർഷം മുമ്പ് പ്രവാചകൻ പ്രവചിച്ചു. ചുരുക്കി പറഞ്ഞാൽ, യേശുവെന്ന വ്യക്തിത്വത്തിൻ്റെ ആകത്തുക എടുത്ത് പഠിച്ചാൽ ബേത്ലഹേമിലെ ജനനം മുതലല്ല യേശുക്രിസ്തു. അതിനു മുമ്പ് യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാനതിലേക്കൊന്ന് വരാം, ശ്രദ്ധിക്കണം. ഏതാനും മിനിറ്റുകൾ. നമ്മൾ ഒരു ലോകചരിത്രം എഴുതി തുടങ്ങുമ്പോൾ സ്വാഭാവികമായി പറയേണ്ടത് ആദിയിൽ ഉൽപ്പത്തി അങ്ങനെ തുടങ്ങുന്നത്. ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ ആദിയിൽ ദൈവം, ബാക്കി പറയോ? ആദിയിൽ ദൈവം, അത് തിരുത്തിക്കണോ? അങ്ങനെയല്ല. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു.
മനസ്സിലായി? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. മനസ്സിലായി? ബെറിഷിത് ബാറ എലോഹീം എറ്റ് ഹാ ഷമായീം വേഹ ഇറത്സ് എന്ന് മൂലഭാഷ. ഷമായീം ബഹുവചന ശബ്ദം. ആദിയിൽ ദൈവം, ശരിക്കും പരിഭാഷ ഞാൻ പറയാം. ആദിയിൽ എലോഹീം സ്വർഗങ്ങളും എന്നതുപോലെ നിലവും രൂപപ്പെടുത്തി. ഇങ്ങനെ തുടങ്ങുന്നത്. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്കൊന്ന് ഒരു 0 പോയിന്റിൽ ആരംഭിച്ചു ആദിയിൽ. അങ്ങനെ മുമ്പോട്ട് വരച്ച് 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 വരുമ്പോൾ നമുക്ക് കാണാം നോഹയെ കാണാം, അബ്രഹാമിനെ കാണാം. വന്ന് യേശു ക്രിസ്തു ആ വര നേരെ ഇട്ട് പോകാം. അങ്ങനെ വരയിട്ടിട്ട് പോകുമ്പോൾ ഈ പഠിക്കുന്ന കൊച്ചു ഒതുക്കി ആച്ച അവിടെ നിർത്തിക്കേ. ഇതിന് മുമ്പ് എന്തായിരുന്നു സംഭവം? പഴയ അപ്പച്ചന്മാരാണെങ്കിൽ പറയും മിണ്ടരുത്. ഞങ്ങൾക്കൊരു അപ്പച്ചനുണ്ടായിരുന്നു, സാവിച്ചാൻ അറിയാം. ഞാനെനിക്കൊരു അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, ഉപ്പ് കൃപാവരത്തെ കാണിക്കുന്നു. വെള്ളം പഥ്യമായി തീരാൻ ഉപ്പ് അതിലേക്ക് ഇട്ടു. ചില ഉപദേശിമാർ ഇപ്പോഴും പറയും എണ്ണ ആത്മാവിനെ കാണിക്കുന്നത്. എണ്ണ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉണ്ടെന്ന്. മനസ്സിലായോ? ബോവസ് യേശുവിനെ കാണിക്കുന്നു. അത് ബോവസിനും അറിയത്തില്ലായിരുന്നു, രൂത്തിനും അറിയത്തില്ലായിരുന്നു, യേശുവിനും അറിയത്തില്ലായിരുന്നു, പൗലോസിനും അറിയത്തില്ലായിരുന്നു, പത്രോസിനും അറിയത്തില്ലായിരുന്നു. ആകെ അറിയാവുന്ന ആരാ? നമ്മുടെ ബൈസ്കൂളിലെ സാറിന്, പിന്നെ ക്ലാരൻസ് ലാർക്കിന്. ഇങ്ങനെ കുറേ പേർക്ക് അറിയാം. ഇവരാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം. പോട്ടെ എന്ന് പറഞ്ഞ പോലെ ഉപ്പ് കൃപാവരമാണ്. ഞാൻ പറഞ്ഞു ഉപ്പ് കൃപാവരമാണെങ്കിൽ ഏറ്റവും അധികം കൃപ കിട്ടിയ ഒരാൾ ബൈബിളിലുണ്ട്. അത് ലോത്തിൻ്റെ ഭാര്യയാണ്. അഹങ്കാരി എണ്ണിക്കട അവിടെ എന്ന് പറഞ്ഞൊരു കൊച്ചു ചോദിക്കുക, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? മനസ്സിലായോ? മുമ്പ് എന്തായിരുന്നു? ഈ കുടുംബചരിത്രമൊക്കെ എഴുതുമ്പോൾ പറയല്ലേ, പാലായിൽ നിന്ന് വന്ന് പാർത്തതായ ഒരപ്പച്ചൻ. ഒരു കൊച്ചൻ കയറി ചോദിക്കുക, ആ പാലായിൽ അപ്പച്ചൻ എങ്ങനെ വന്നു? മിണ്ടരുത്. ഈ കുടുംബയോഗമൊക്കെ കൂടുമ്പോൾ ഒരു ചരിത്രം നമ്മൾ എഴുതുമ്പോൾ പറയും, പാലായിൽ നിന്ന് അന്ന് ഇങ്ങോട്ട് വാഴൂരിന് വന്ന ഒരപ്പച്ചൻ്റെ കുടുംബത്തിൽപ്പെട്ട ശാഖയിൽ ആരെങ്കിലും കയറി, ഈ അപ്പച്ചൻ പാലായിൽ എങ്ങനെ വന്നു? അവിടെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, മിണ്ടരുത്. ഈ മിണ്ടരുതെന്നുള്ള ആ നാവടക്കം ആ പലരും രക്ഷപ്പെട്ടു പോകുന്നത്. എന്നാലേ അതിന് മുമ്പുള്ള ഉത്തരവുണ്ട്. ഈ ഗ്രന്ഥം എഴുതിയ മോശ അറിഞ്ഞു ഉത്തരം മരിക്കുന്നതിന് മുമ്പ് തന്നു. സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചു കിടക്കുക. ഇപ്പം മരിച്ചു എന്നൊക്കെ പറയാൻ തന്നെ പേടിയാണ്. വേറെ പദങ്ങളൊക്കെ ഈ ആഴ്ച വന്നിട്ടുണ്ട് മരിച്ചു എന്നുള്ളതിന്. പേടിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. പോട്ടെ. അപ്പോൾ 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുക, ഉൽപ്പത്തിയിലെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നറിയാം? കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഉൽപ്പത്തിക്കപ്പുറത്ത് ചാടി. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ ഈ ശാശ്വതമായി ദൈവമായിരുന്നവനെ വെളിപ്പെടുത്തി. എങ്ങനെയാണെന്നറിയണ്ടേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അതിങ്ങോട്ട് പ്രസ്താവിച്ചിട്ട് പിന്നെ ഈ വചനം എന്നുള്ള വിട്ടിട്ട് അവൻ എന്നായി. അവൻ 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 എന്ന് പറഞ്ഞിട്ട് പറയുക, അവൻ ജഡമെടുത്തു നമ്മുടെ ഇടയിൽ പാർത്തു. ആരാണത്? യേശു ക്രിസ്തു. അപ്പോൾ ഉൽപ്പത്തിക്ക് മുമ്പ് യേശു ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ യേശു ഇന്നിവിടെ ഉള്ള വെളിപ്പാടിൻ്റെ അപ്പുറത്താണോ ഉൽപ്പത്തിക്ക് പുറകിലാണോ? ഞാൻ പറയും ഉൽപ്പത്തിക്ക് പുറകിലാണ്. എന്താ കാര്യം? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയാ, പിതാവേ, ലോകാരംഭത്തിനു മുമ്പ് നിന്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണം. മുമ്പോട്ടല്ലെന്ന്, ഇങ്ങോട്ട്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഞാനിരിക്കുന്ന ഇടമായ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് നിങ്ങളെയും ചേർക്കും. അപ്പം നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? വെളിപ്പാട് വഴി അല്ലെന്ന് യാത്ര, ഇങ്ങോട്ടാണ് യാത്രയെന്ന്. അതെങ്ങനെ നോക്കും? പറയാം. നമ്മൾ പോകുന്നത് ഇങ്ങനെ, ചെല്ലുന്നത് ഇങ്ങോട്ടാ. ഇതൊരു വൃത്തം പോലെ ഒന്ന് സങ്കല്പിച്ച്, വൃത്തത്തിൻ്റെ എവിടെയും കുത്തി നിങ്ങൾക്ക് ആദിയിൽ തുടങ്ങാം. ഒരു വൃത്തം വരയ്ക്കണം. ഇവിടെ കുത്തിയാൽ ആദിയിൽ ഉൽപ്പത്തി 1:1,
കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. ഇതാ ബൈബിളിൻ്റെ ലോകക്രമം. മനസ്സിലായവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി അതെത്ര വലുതാ. സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്നേ ക്രിസ്തു ഉണ്ടായിരുന്നു. അതെങ്ങനായിരുന്നു? അന്നത്തെ ക്രിസ്തുവിനെ കാണാൻ വെളിപ്പാടിലെ ക്രിസ്തുവിനെ കണ്ടാൽ മതി. ഏകദേശം 90% യോജിക്കും. ഒരു വ്യത്യാസമുള്ളൂ. ഒരു ബിരുദം കരതമാക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക്. അതെന്താണെന്ന് ഞാൻ പറയാം. നോക്കണം. ആ ക്രിസ്തു പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന രംഗമെങ്ങനെ? ഞാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. ആ സിംഹാസനത്തിൽ അവിടെ ഒരു മനോഹരമായൊരു സിംഹാസനം ഞാൻ കണ്ടു. സിംഹാസനത്തിൽ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായി ഒരുവരിയ്ക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നും ശുദ്ധ പളുങ്കിനൊത്തൊരു കണ്ണാടിക്കടൽ പുറപ്പെടുന്നു. ഈ കണ്ണാടിക്കടലിന്റെ അക്കരയും ഇക്കരയും യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാഴ്ചയുടെ നടുവിൽ 24 മൂപ്പന്മാരുണ്ട്, 4 ജീവികളുണ്ട്. അവർ 24 മൂപ്പന്മാർക്കും സ്വർണം കൊണ്ടുള്ള കിരീടമുണ്ട്. അവ കിരീടം വെച്ച് ദൈവത്തിന് ഇങ്ങനെ മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവത്തിന് ജീവികൾ മഹത്വം കൊടുക്കുമ്പോഴൊക്കെ തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെക്കുന്ന ഒരു സ്വർഗീയ ആരാധന. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പുത്രനെ കാണുന്ന പിന്നെയാണ്. എന്നാൽ ഈ അവസ്ഥയിലേക്ക് പുത്രൻ പണ്ടുണ്ടായിരുന്ന മഹിമ വെടിഞ്ഞ് ഒരു താണ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി വന്നു. അതാണ് യേശു ക്രിസ്തു. ഇത്ര ലളിതമാത് മനസ്സിലായി കാണും. ചുരുക്കി പറഞ്ഞാൽ ബേത്ലഹേമിലെ ജനനം മുതലല്ല, യേശു അതിനു മുമ്പുണ്ട്. ബേത്ലഹേമിലെ ജനനത്തിൽ സംഭവിക്കുന്നത് എങ്ങനെ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ഈ ക്രിസ്തു 33.5 വയസ്സായ ഏകദേശ കണക്ക്, അത് കൃത്യം ബൈബിളിൽ എഴുതിയിട്ടൊന്നുമില്ല. ആ ക്രിസ്തുവിൻ്റെ 30 മുതൽ 33.5 വരെയുള്ള 3.5 കൊല്ലങ്ങളാണ് ഇഹലോകത്തിലെ മിനിസ്ട്രി. അപ്പോൾ യേശു എങ്ങനായിരുന്നു? എന്നെയും നിങ്ങളെയും പോലെ ഒരു പക്കാ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. പിടികിട്ടിയോ? ദൈവത്വം അവനിലോട്ട്, മനുഷ്യത്വമുണ്ട്. എന്നാൽ വലിയൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. യേശു ഇഹലോകത്തിൽ വന്നത് ദൈവത്വം വെളിപ്പെടുത്താനായിരുന്നില്ല, മനുഷ്യത്വം വെളിപ്പെടുത്താൻ. മനസ്സിലായില്ല? പറയാം. ദൈവത്തിൻ്റെ മനുഷ്യത്വം പിടികിട്ടിയോ? ഇല്ല. തെളിവ് തരാം. യേശുവിന് ഒത്തിരി പേരുണ്ട്. ദൈവപുത്രൻ, ഇമ്മാനുവേൽ, അത്ഭുത ആലോചനക്കാരൻ, വീരനാൻ ദൈവം, നിത്യതയുടെ പിതാവ്, ഒത്തിരി പേരുണ്ടെങ്കിലും യേശു കർത്താവ് ഏറെ ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ. യാതൊരുവൻ വന്ന് യേശുവിനെ വിളിക്കും ദൈവമെന്നോ ദൈവപുത്രനെന്നോ വിളിച്ചാൽ ഒരു ചെറിയ പ്രശ്നം യേശു ഉണ്ടാക്കും. അല്ല, പുകഴ്ത്തിയാൽ തന്നെ ഇഷ്ടമല്ല. ഉദാഹരണം, നിക്കോദിമോസ് രാത്രിയിൽ അവൻ്റെ അരികിൽ വന്നു. യേശുവിനൊരു വിളി. എന്താ വിളിക്കുന്നറിയണ്ടേ? റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇതാരൊരു വക്കീലാണ് വന്നിരിക്കുന്നത്. നമ്മളാണ് എന്ത് പറഞ്ഞേ? പത്രോസ് ഇങ്ങോട്ട് വന്നേ, യോഹന്നാൻ വന്നേ, അന്ത്രോസ് വന്നേ. എന്താ? എടാ, എന്നെ മനസ്സിലാക്കണേ, വിവരമുള്ളവന് മനസ്സിലായി ഞാൻ ആരാന്ന്. നാട്ടിൽ കിടന്ന് കുറേ പേര് പറയാം ഞാൻ തച്ചൻ്റെ മകൻ മറിയയുടെ മകനെന്ന് ആക്ഷേപിക്കുമ്പോൾ വക്കീല് പറയുക നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന്. ഒന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞേ, കുഞ്ഞു വീണ്ടും ജനിക്കണം. കൂടുതൽ ടോക്കില്ല, വീണ്ടും ജനിച്ചേ പറ്റൂ. യേശുവിനെ ആരെങ്കിലും കയറി ദൈവമെന്നോ ദൈവപുത്രനെന്നോ വിളിച്ചാൽ ഒരോടക്ക തെളിവ് കേൾക്കണോ? പിന്നെയും വന്നിട്ട് വിളിക്കും നല്ലവനായ ഗുരു. എന്നെ അങ്ങനെ വിളിക്കരുത്, കട്ട് ചെയ്ത് വിടും. മനുഷ്യപുത്രനെന്ന് വിളിച്ചാൽ മതി തന്നെ. ഈ വിലക്ക് നിലനിൽക്കുക. ഒരുത്തൻ ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് യേശുവിനെ വിളിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അന്ന് വിലക്കോ? വീണ്ടും ജനിച്ചവൻ വിളിച്ചാൽ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. വീണ്ടും ജനിച്ചവനും മാത്രമുള്ള തിരിച്ചറിവാ നീ ദൈവപുത്രൻ. എന്താ തെളിവെന്നറിയണ്ടേ? മാരക മരക്കുരിശിൽ ചോര ചിന്തി അവസാനത്തുള്ളി രക്തവും മനുഷ്യരാശിക്ക് കൊടുക്കുന്ന അവനെ കണ്ടിട്ടേ, എന്നെയും നിങ്ങളെ പോലും പച്ച മനുഷ്യൻ അവനെ കണ്ടിട്ട് പറയുക നീയാണ് എൻ്റെ രക്ഷകൻ എന്ന് പറയണമെങ്കിൽ പിതാവ് വെളിപ്പെടുത്തണം, ദൈവത്വത്തിൽ ഉള്ളണം. ആ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് വെളിപ്പെടുത്തിയിട്ടല്ലാതെ നിനക്ക് ഈ മർമ്മം മനസ്സിലാവില്ല. അതാണ് യേശു ക്രിസ്തു. വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ സാത്താൻ യേശുവിനെ കണ്ടിട്ട് വിളിച്ചു. മര്യാദയ്ക്ക് യേശുവിനെ ബൈബിളിൽ വിളിച്ച ഒരാൾ സാത്താനാ. അങ്ങനെ വിളിച്ച്, യേശുവേ
മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. കേൾക്കാൻ നല്ല ഇമ്പമുള്ള കാര്യമാണല്ലോ എന്നോർത്ത് എന്നാൽ കുറേ കൂടെ പറഞ്ഞാട്ടെ എന്ന് നമ്മുടെ ഈ പാട്ട് പാടുന്ന സഹോദരങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല്. ഇപ്പോൾ ഈ പാട്ട് കഴിഞ്ഞേ ഞാൻ പോവുള്ളൂ. കാരണം ഈ പാട്ടുകാരുടെ കൂടൊരു പ്രസംഗമുണ്ട്. പറയുന്നവരെയല്ല കേട്ടോ. ഞാനൊരാളോട് പറഞ്ഞ് പ്രസംഗിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ആ സമയം കൂടെ ഒരു പാട്ടങ്ങ് പാട്. മനുഷ്യനെ ആരാധിക്കുകയോ കൈയടിക്കുകയോ ചാടുകയോ തുള്ളുകയോ ഒക്കെ ചെയ്തോട്ടെ. നിങ്ങൾ ഈ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെ കുറച്ച് നേരം ഇങ്ങനെ നമുക്കിങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം. ഞാൻ മര്യാദയുടെ പേരിൽ ഒരു തവണയൊക്കെ വെക്കും. ഒരു എത്തിക്സ് പാലിക്കണമല്ലോ, ഒരു പുൽപ്പിറ്റ് എത്തിക്സ്. പിന്നെ ഇവർ ഈ കാണിക്കുന്ന പരിപാടിയുടെ കൂടൊന്നും ഞാൻ നിൽക്കുകയില്ല. പിണക്കൊണ്ടായിട്ടല്ല. ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു ഗ്രാജുവേഷൻ തൃശ്ശൂർ പോയി. ഞാനും ഭാര്യയുണ്ട്. ഈ പയ്യൻ ഏതാണ്ടല്ലോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക. ഇവൻ എന്നെ നോക്കിയിട്ട് പറയാ, സൈലൻ്റായിട്ടിരുന്നോ, സൈലൻ്റ് അറ്റാക്ക് വരുന്ന സമയമാണ്. അതും പരിചയമുള്ളൊരു പയ്യൻ. അവന് പോലും കലിപ്പായിപ്പോയി. എൻ്റെ കുഞ്ഞാൽ ഇത് ഇക്കിളിയിട്ട പോലെ ചിരിപ്പിക്കുന്നുള്ള പണിയല്ലത്. കൊച്ചിനെ പിടിച്ച് ഇക്കിളിയിട്ട് ചിരിപ്പിക്കുന്ന പോലെ ചിരിപ്പിച്ചാൽ കണ്ടല്ലോ അവൻ അസുഖം വരും. നമുക്കെല്ലാം പറ്റിയത് ഇതാ. ദൈവത്തെ ഹൃദയം തുറന്ന് സ്വന്തം മനസ്സോട് ആരാധിക്കണം. അതല്ലേ വേണ്ടേ? വചനത്തിൻ്റെ വെളിപ്പാട് വരുമ്പോൾ, പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ആ സ്വാഭാവികമായി സംഭവിക്കേണ്ട ആരാധന. പ്രൈസ് ദി ലോർഡ്. ഇനി അവരെ തന്നെ എന്തിനാ പറഞ്ഞത്? ചില പാസ്റ്റർമാരുണ്ടല്ലേ, ഒരു കല്ലേലിയ പറഞ്ഞേ. നമ്മൾ മര്യാദ ഒരു കല്ലേലിയ പറയുമ്പോൾ ഇവൻ പറയാ പോരാ. എവനാണോ തീരുമാനിക്കുന്നത് പോരെന്ന്? എന്തോ പോരെന്നാ? ശബ്ദം പോരെന്നോ? ആത്മാർത്ഥ നീ എങ്ങനെ കണ്ടുപിടിച്ച പോരെന്നു? ഇതെങ്ങനെ അറിയാം? പോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവൻ വിളിക്കുക, യേശുവേ മഹോന്നതനായ ദൈവം. പറഞ്ഞ മിണ്ടരുത്, മിണ്ടിപ്പോല്ല. അവിടെ ഇരുത്തി. എന്താണെന്നറിയണ്ടേ? യേശു വന്നതേ ദൈവത്തല്ല മനുഷ്യത്വം വെളിപ്പെടുത്താൻ. പിടികിട്ടിയില്ല? പറയാം, ഒറ്റവാക്കി പറയാം. ഈ കുറ്റവാളിയെ പിടിക്കാൻ സ്റ്റാറും പദവിയുമൊക്കെയുള്ളൊരു പോലീസ് യൂണിഫോമിൽ വന്നാൽ രക്ഷപ്പെടാൻ ഒരു പാടുമില്ല. പുള്ളി എന്നെ പിടിക്കാൻ അവിടെ നിൽക്കാമെന്ന് കുറിച്ചു. ജീപ്പുമൊക്കെ അവിടെ കിടപ്പുണ്ട്. ഞാനിങ്ങോട്ട് ഇറങ്ങി MLA എന്ന് വിളിച്ചു, സാറേ കുറച്ച് നേരമായിട്ട് ഇയാൾ ഇവിടെ നിന്ന് കറങ്ങുക, പാസ് വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കാം. അതൊക്കെയാണല്ലോ ഈ ലോകത്ത്. അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? വേണ്ട പറഞ്ഞു. മന്ത്രിയെ വിളിക്കും, PA വിളിക്കും, അവരെ വിളിക്കും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ കാര്യം. അങ്ങനെ വേണോ അത്? കാരണം ജനാധിപത്യമാവണ്ട. എത്ര നോക്കിയിട്ടും സ്വാധീനമുള്ള എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം, വേഷം മാറിയൊരു ഉദ്യോഗസ്ഥൻ എന്നെ പിടിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചാൽ തല കൊണ്ടേ അവൻ പോകും. എന്നെ കൊണ്ട് അടുത്ത കാലത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ചൊരു ഷാജി സെബാസ്റ്റ്യൻ പാസ് ഉണ്ട്. അങ്ങ് സ്ഥാപിച്ചാനറിയാം. ഹൈക്കോടതിയുടെ അടുത്തുള്ള ഒരു ജയിലിൽ പോയി. അവരോട് നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പ്രാർത്ഥിക്കാൻ വരും. പിന്നെ ഒരു പുള്ളി എന്നെ വന്ന് കണ്ടിട്ട് അടിമുടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. അതിലിവനാകെ നോക്കിയിട്ട് പറഞ്ഞു, പാസ്സാണോ? അതെ. എന്നെപ്പോലുള്ളവർ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അതിപ്പോൾ അവന് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കൂ? അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എത്രയോ ഘട്ടം ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഞാനൊന്നും വേണ്ടിയില്ല. പോലീസുകാരടുക്കൊണ്ട് പുള്ളി പറഞ്ഞു, നിനക്കിഷ്ടമില്ലേ, നീ പോക്കോളാൻ പറഞ്ഞു. ഞാനിങ്ങോട്ട് തിരിഞ്ഞടക്കുമ്പോൾ പോലീസുകാരൻ ചോദിച്ചു, സാറേ അവൻ അത്രയും ക്ഷുഭിതനായത് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അവനെന്തോ ഇഷ്ടക്കേട്. ഒന്നുമല്ല, അവനെ ഒരു പോക്സോ കേസിലെ പ്രതിയ, ഒരു കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നു. ഇവനന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവന് ഈ ചായയും വടയൊക്കെ വണ്ടിയിൽ പോയി വിൽക്കുന്നൊരു പണിയാണ്, സൈക്കിളിൽ. പഠിച്ച പണി 18 നോക്കിയിട്ടും പ്രതിയെ കിട്ടുന്നില്ല. ഒരു നേരിയ സംശയം മാത്രം. ഒരു ദിവസം ഒരു പാസ്റ്റർ അവൻ്റെ അടുത്ത് വന്നു. ചായ മേടിച്ച് കുടിച്ചു, വടയൊക്കെ തിന്നു, പരിചയപ്പെട്ടു. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒരു വലിയ ദുഃഖം നിന്നെ വേട്ടയാടുന്നല്ലോ. എന്നിട്ട് മാറിയെന്നേ സംസാരിച്ച് പറഞ്ഞു നിൻ്റെ ഞാൻ കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഒരു കൊച്ചു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. ചോദിച്ചു അവസാനം ഇവൻ സമ്മതിച്ചു. സാർ പറ്റിപ്പോയി സാർ. ആ കൺവെഷൻ അങ്ങോട്ട് കഴിയുകയും ഈ പാസ വീതം മാറി ഉള്ളി കാലി മടക്കരാടി ഇങ്ങനൊരു പിടി വണ്ടിയെ കയറ്റി. പിന്നെ ഈ കിടപ്പ
കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇവൻ അന്ന് മുതൽ നമ്മളെ കണ്ടാൽ ഭയങ്കര വിഷമം, നമ്മളെപ്പോലുള്ളവരെ കണ്ട്. ഞങ്ങളൊന്നും ചെയ്തിട്ടല്ല. പോലീസുകാരൻ പറയാം, സാറേ പാസ്റ്റർ ഒന്നും അല്ലെന്ന്. പിന്നെന്താ? ഇതേ ഇവനെ തന്നെ പിടിക്കാൻ നിയോഗിച്ച സ്പെഷ്യൽ പോലീസുകാരനാണ്, വേഷം മാറിയ പോലീസ്. പാസ്റ്ററുടെ വേഷത്തിൽ വന്നിരിക്കുക. കുറച്ചാൾ നമ്മുടെ സഭായോഗത്തിനൊക്കെ കൂടി ഈ ശൈലിയെല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുക. കേസ് ഡയറി കയ്യിലിരിക്കുക. അതാ ഈ ഡേയും ഡേറ്റും ഒക്കെ കൃത്യം പറഞ്ഞു. അതിൽ പിന്നെ പ്രവാചകന്മാരെന്ന് കേട്ടാൽ എനിക്ക് പേടിയാ. എൻ്റെ പൊന്നോ അത് കുട്ടിച്ചാൽ സൂക്ഷിച്ചോണം. എല്ലാമൊന്നും തുറന്ന് പറയണ്ട നീ. പോട്ടെ, പിടിച്ചകത്തിട്ടിരിക്കുക. എന്താ കാര്യം എന്നറിയണ്ടേ? പറയാം. അതേ, യൂണിഫോം ധരിച്ച പോലീസിനേക്കാൾ അപകടകാരിയാ വേഷം മാറിയ പോലീസ്. അവൻ നിന്റെ തല കൊണ്ടേ പോകൂ. നിന്നെ നിയമം കൊണ്ട് കുരുക്കി അകത്തിടും. വേണ്ടി വന്നാൽ ചെയിനിലാക്കും. വേണ്ടി വന്നാൽ അവൻ നിന്നെ ആ വധശിക്ഷയ്ക്ക് വിധേയമാക്കും. എന്നിട്ടേ പോകൂ. അന്നു മുതൽ സാത്താന്യ ശക്തികൾക്ക് യേശുവിനെ കണ്ടപ്പോൾ ഒരത്ഭുതം. ഇവൻ തന്നെയാണോ എൻ്റെ തല തീർക്കാൻ വരുന്നത്? ആ പേടി കൊണ്ട് ചോദിക്കുക, നീ ദൈവപുത്രനെങ്കിൽ പറഞ്ഞു. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. പിശാചിന്റെ ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. യേശുവിന്റെ മറുപടി, മനുഷ്യൻ. ക്രൂശിൽ കിടക്കുമ്പോൾ ഒരുത്തം പറഞ്ഞു കേട്ടോ, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. യേശുവിന്റെ മറുപടി എങ്ങനെ? അവിടെയും കേട്ടില്ലേ? ഞാൻ ക്രൂശിൽ നിന്ന് ഇറങ്ങാൻ വന്നതല്ല, ക്രൂശ് സഹിക്കാം. ഈ സഹനത്തിൻ്റെ 3.5 കൊല്ലത്തിനിടയ്ക്ക് അവൻ ലാസറിന്റെ വീട്ടിലെത്തി. മരിച്ചു മണ്ണോട് ചേരാൻ കാത്തിരിക്കുന്നവന്റെ കല്ലറയുടെ മുമ്പിലെത്തി. ആ കല്ലറയുടെ മുമ്പിൽ വെച്ച് യേശു വിതുമ്പി. ശരിക്ക് കരഞ്ഞെന്നല്ല, യേശു കണ്ണീർ വാർത്തു എന്ന് മലയാളത്തിലുണ്ടെങ്കിലും ശരിക്കും എങ്ങനെ മനസ്സിലാക്കേണ്ട? വിതുമ്പി. എന്താ വിതുമ്പുക എന്ന് പറഞ്ഞാൽ? കണ്ണീര് പുറത്തു വരാത്ത സങ്കടം പുറത്തു. രണ്ടാമത്തെ കരച്ചിൽ, അവൻ യെരൂശലേമിൽ നിന്ന്, ഒലിവുമലയിൽ നിന്ന് യെരൂശലേമിനെ സമീപിക്കുന്ന ഘട്ടത്തിൽ യെരൂശലേമിന് സംഭവിക്കാതിരിക്കുന്ന പതനമോർത്ത് കരഞ്ഞു. ആ പതനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം യെരൂശലേം തകർന്നടിഞ്ഞു. AD 70. ഞാനിന്ന് രാത്രി പ്രസംഗിക്കുന്ന സമയം വരെ പുനർമിക്കാനാവാതെ ചിതറിക്കിടക്കുന്ന കല്ലുകൾ ആ കരച്ചിലിൻ്റെ വീര്യം പ്രസ്താവിക്കുമെങ്കിൽ അതേ ക്രിസ്തു ക്രൂശിൽ കിടന്ന് കരഞ്ഞു. ആ കരച്ചിൽ യേശുവിന് 1000 ആണ്ട് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ 22-ാം സങ്കീർത്തനത്തിൽ എഴുതി, എലി എലി ലമ്മാ ശബക്താനി. ഈ ക്രൂശിലെ സംഭവത്തിന്റെ തുടക്കം നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണെങ്കിൽ, ക്രൂശിലെ സംഭവം അവസാനിക്കുമ്പോൾ പറയുക, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ, ആ വിട്ട കയ്യിലേക്ക് ആത്മാവിനെ തിരികെ പരമേൽപ്പിക്കണമെങ്കിൽ, കൈവിട്ടെങ്കിലും ആ കൈ പോകാതെ തൻ്റെ പുത്രനെ തേടി അവിടെ നിൽക്കുമെങ്കിൽ, ഇന്ന് രാത്രി കരയുന്ന ദൈവവൈതലേ, ആ ദൈവ സാന്നിധ്യം നമ്മെ വിട്ടു പോയിട്ടില്ല. ഒരു ഘട്ടത്തിലേക്ക് ക്രൂശിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പിതാവിന് ഇഷ്ടം തോന്നി. മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടിയാ? എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പ്രായശ്ചിത്തം. ആ പ്രായശ്ചിത്തമായി അവന്റെ കാൽകരങ്ങളിൽ അണിയടച്ചു. ഇന്നും ആണിപ്പാടുകളോടെ അവൻ നിത്യതയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ ഒരു പോയിന്റ് കൂടി 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ അടുത്ത കാലത്ത് ഒരിടത്തിങ്ങനെ സംസാരിച്ച വഴിക്ക് നിത്യതയിലും നമ്മുടെ കർത്താവുമായി നമുക്കൊരു പന്തിഭോജനമുണ്ടെന്ന് പ്രസംഗിച്ചു. അതിനൊരുത്തം പറഞ്ഞ നിത്യതയിൽ കർത്തൃമേശ നടത്തുമെന്ന് പ്രസംഗിച്ചു. പാതി കേട്ടായി വരുന്നത്. അതേത് മേശ ആയിക്കോട്ടെ, നിത്യതയിൽ കർത്താവ് നമ്മളുടെ ഭക്ഷണം ഉണ്ടോ തെളിയറിയോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലല്ലാതെ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ലെന്ന്. അപ്പോൾ ഇല്ലേ? ഉണ്ട്. എന്താ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലെങ്കിലും എന്തിനാ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് പിന്നെയും കുടിക്കുന്നറിയണ്ടേ? പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ വരോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ് ഈ തിരുമേശ. വന്നു കഴിഞ്ഞാൽ തിരുമേശ ഇല്ല. അപ്പം നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് തിരുമേശയുടെ അനുഭവമായ യേശുവിൻ്റെ ക്രൂശ് മരണം മറക്കാനാവുമോ?
മറക്കാനാവില്ല. എന്താ കാര്യമെന്ന് പറയാം. നമ്മളിവിടുന്ന് ഭൂമിയിലിരുന്ന് പാടുന്ന പാട്ടിൽ 90% സ്വർഗത്തെ പറ്റിയൊക്കെ ഉള്ള പാട്ടാണ്, പഴയ പാട്ടുകൾ. ഇപ്പം ചുമ്മാ കുറേ പാട്ടൊക്കെ വരുന്നുണ്ട്. ഒരുത്തൻ പാടുന്നില്ലേ, എന്താ ഇപ്പം ചെയ്യുക, നീ ഒന്നും ചെയ്യണ്ട, നിനക്കൊന്ന് പോയി തരാമോ. എന്നാൽ നിത്യതയെക്കുറിച്ചാണ് പഴയ പാട്ടുകൾ, നമ്മളെ ത്രസിപ്പിക്കുന്ന പാട്ടുകളല്ലേ. പക്ഷെ നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിത്യതയെക്കുറിച്ച് പാടുമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും സ്വർഗത്തിൽ കൂടെ പാടി നടക്കും ആരെങ്കിലും? അതുപോലെ അതപ്പതിച്ച കാര്യമുണ്ടോ? അത് കഴിഞ്ഞെന്ന്. ഇതൊന്നും പാടുകയില്ല. ഇവിടെ പാടുന്ന 90% പാട്ടും അവിടെ വേണ്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും അവിടെ വേണ്ട. എന്ന് പറഞ്ഞാലും നമുക്ക് ഈ നിത്യത എന്ന് കേൾക്കുമ്പോൾ അകത്തൊരു ഇരമ്പലുണ്ടല്ലേ. വാനവരിൽ സ്തുതിനാദം സതമുഴങ്ങും ശാലേമിൽ എന്ന് ഞാൻ ചേർന്നിടുമോ എന്ന് പാടുമ്പോൾ ഒരു ഇരമ്പൽ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്കുണ്ട്. നമ്മളെ ത്രസിപ്പിക്കുന്ന ഓർമ്മയാ നിത്യത. പക്ഷെ നിത്യത ഇതിന് ഘടക വിപരീതമാണ്. നിത്യത എന്ന് കേൾക്കുമ്പോൾ നിത്യതയിൽ സ്വർഗത്തിലിരിക്കുന്നവന് സ്വർഗം വലിയ പ്രചോദനമല്ല. തങ്കത്തെരുവീഥികളോ അതുവഴി ഒഴുകുന്ന മനോഹരമായ നീരൊഴുക്കോ മാസത്തിൽ അതുതരം ഫലം കായ്ക്കുന്ന 12 വിധ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളോ സ്വർഗത്തെ ആവേശഭരിതമാക്കുന്നില്ല. സ്വർഗത്തെയും ആവേശഭരിതമാക്കുന്നത് ഭൂമിയിലെ ഒരു സംഭവമാണ്. സ്വർഗീയ ജീവികളെയും ആവേശഭരിതമാക്കുന്ന സംഭവം ഏതാണെന്നറിയണ്ടേ? നീ അറുക്കപ്പെട്ടു. കുഞ്ഞാട് കാൽവരിയുടെ കൊലമരത്തിൽ നമുക്ക് വേണ്ടി പ്രാണയാഗമാക്കിയ സംഭവമാണ് സ്വർഗീയ ജീവികളും പാടുന്നത് എന്നത്. ക്രൂശിലെ കണ്ണീരിന്റെ മഹത്വമാണ് ഈ രാത്രി പ്രകീർത്തിക്കുന്നെങ്കിൽ ആ ക്രൂശിനെയും ക്രൂശിക്കപ്പെട്ടവനെയും ഉയർത്തിക്കൊണ്ട് നമുക്ക് ആവർത്തിക്കാം. മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഇനി ഞാൻ ഈ വെളിപ്പാടും ദാനിലുമൊക്കെ ക്ലാസ് എടുത്തൊരു സ്ഥലത്ത് ഒരു ചങ്ങാതി എന്നോട് ചോദ്യം ചോദിച്ചു. ഈ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ലൂസിഫറിന് പറ്റിയതുപോലൊരു പറ്റങ്ങാനും പറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അവനെ കളിയാക്കാനൊക്കോ? നമ്മളൊക്കെ ആ പുള്ളികളെങ്കിൽ പറ്റിപ്പോവും. അതിനാ കള്ളം പറയുന്നത്. ഞാൻ പിന്നെ അന്നേരം അവനോട് പറഞ്ഞ് അങ്ങനെ പറ്റുകയില്ല. അതെന്താ? നമ്മൾ ദൂതതുല്യരായല്ലോ. ഉടനെ അവൻ പറയാ, ദൂതതുല്യരേ ആകത്തുള്ളൂ, ഒറിജിനൽ ദൂതനായി പണി കാണിച്ചേ. അപ്പോൾ പിന്നെ തുല്യനായിട്ട് കാര്യമുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ, ഒരു 1.5 ക്വസ്റ്റ്യനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദൂതതുല്യൻ. ഞാൻ നോക്കിയപ്പോൾ ശരിയാണല്ലോ. അന്ന് മുഴുവൻ ഞാനിത് വൈകിട്ട് കിടന്നിങ്ങനെ ഓർത്തു. പിറ്റേന്ന് അവന് ഉത്തരം കൊണ്ടാണ് ചെന്ന്. എന്താണെന്നറിയണ്ടേ? നിത്യതയിൽ ചെന്നു, നമുക്കെല്ലാം മാറ്റം ഉണ്ടായി. അന്നപോലെ എനിക്കൊരാഗ്രഹം, ഈ നിത്യതയിൽ ചെന്നാലും ഒത്തിരി കിരീടം വേണ്ടെന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അഹങ്കാരം കയറിയാലോ. അങ്ങനെ പ്രാർത്ഥിച്ച് ചിന്തിച്ചിപ്പോൾ കിരീടമേ വേണ്ടെന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കെല്ലാം ഓരോ കിരീടം കിട്ടുമ്പോൾ പാവപ്പെട്ട നമുക്കും അവിടെ ഉണ്ടെങ്കിൽ ഒരെണ്ണം പഴയത് വല്ലതും ഉണ്ടെങ്കിൽ. പഴയത് കാണത്തില്ല. ജോബിൻ പാസും എല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ മാത്രമല്ല നടക്കാനൊരു പ്രയാസം. അതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഒരെണ്ണം നമുക്കൂടെ തരക്കേടില്ലെങ്കിൽ ഒരെണ്ണം തരിക എന്നുള്ളതിൽ കവിഞ്ഞ് എൻ്റെ അർത്ഥം സ്വർഗത്തിൽ പോകുന്ന ഈ കിരീടം മേടിക്കാനോ തങ്കത്തെരു വീതി കാണാനോ ജീവവൃക്ഷത്തിൻ്റെ ഫലം അതൊക്കെ തന്നോട്ടെ. സ്വർഗത്തിൽ എന്തിനാ പോകുന്നത്? ഒറ്റ കാര്യം, യേശു അവിടെ ഉണ്ട്. അതിനാ പിടികിട്ടിയോ? സന്തോഷമുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവൻ നെടുമ്പാശ്ശേരി വന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഒരു വലിയ ഇന്നോവ നിറച്ച് നമ്മൾ പോകും അങ്ങോട്ട്. ആൾക്കാർ, ചേട്ടൻ്റെ മകൻ, അച്ഛൻ്റെ മകൻ, മക്കൾ എല്ലാവരും പോകുന്ന കൂടെ. ഇവരെല്ലാം ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഈ ആളുകളുടെ ചിന്ത ഇതെല്ലാം എടുത്ത് ഇങ്ങോട്ട് കയറ്റുമ്പോൾ അവർക്കുള്ളതുണ്ടോയെന്നാണ്. പക്ഷെ ഒരാൾ മാത്രം അവിടെ വന്ന എന്തിനാണെന്നറിയോ? കാന്തനെ കാണാൻ. ഒരാൾ മാത്രം. മനസ്സിലായില്ലേ?
ബാക്കിയുള്ളവൻ വല്ലതും കിട്ടുമോയെന്നറിയാൻ പോയി. കാന്ത പോയത് എന്തിനാ? കാന്തനെ കാണാൻ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? എനിക്കത് വേണം, എനിക്കിത് വേണം, അപ്പുറത്തെ വേണം, ഇപ്പുറത്തെ വേണം. ഭൂമി കിടന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നിനക്കേ ഇതൊക്കെ കിട്ടുള്ളൂ. തീർന്നു. കാന്തനെ എത്ര പേർക്ക് വേണം? ദാവീദ് പറയുക, ആസാഫ് പറയുക, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ രാത്രി ഈ സംതൃപ്തി എത്ര പേർക്കുണ്ട്? തമ്പുരാനെ, നീ മതി സകലത്തിലെ സകലതുമായി. വീടും കാറും വണ്ടിയും വള്ളമൊന്നും അല്ലെന്നേ, ഭൂസ്വത്തുക്കളുടെ ഉടമയാകാൻ ആഗ്രഹമല്ലെന്നേ, പദവിയല്ലെന്നേ പ്രധാനം. നിന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അവിടുത്തെ മനോഹരത്വം കാൺമാ. ഉത്തരമായില്ല കേട്ടോ. നമുക്കല്ല, എന്നാലും ഒരു മാറ്റമൊക്കെ ഉണ്ട്. തേജസ്കരിക്കപ്പെടും. അതുകൊണ്ട് പാപം ചെയ്യലെന്നാണോ? അല്ല. അവിടെ മാറ്റമില്ലാത്ത ഒരുവനുണ്ട്, അത് കർത്താവാ. അവിടുത്തെ ആണിപ്പഴുതി അപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ ഈ ആണിപ്പഴുതി ഇവിടെ കാണിക്കാൻ കാരണം കലണ്ടറിലെ തെറ്റാ. ഇവിടെ അല്ല സംഭവം, ഇവിടെയാ. ഈ പഴുത് അവിടെയുണ്ട്, അത് മാറിയിട്ടില്ല. മുറിവ് അവിടെ ഉണ്ടെന്ന്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനും മുറിവുണ്ടെന്നോ? യേസ്. എന്താ കാര്യം? ഈ മുറിവേ ഒരയോഗ്യതയല്ല, ഇത് ജയമെടുത്തതിൻ്റെ തെളിവാ. സിംഹമടയിൽ പോയ ഒരാടും ചിരിച്ചു വന്ന ചരിത്രമില്ലെങ്കിൽ ജയാളിയായതിൻ്റെ തെളിവാ ഈ മുറിവ്. ഒരു സൈനിക മേധാവിയുടെ, ഒരു മേലധികാരിയുടെ സ്റ്റാർ പോലെ വിലപിടിപ്പുള്ളതാ ഈ മുറിവ്. ഇനിയും തെളിവാണോ? നമ്മുടെ സ്വന്തം തോമാച്ചന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞല്ലേ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ ഞാനാ എന്ന് കുത്തി നോക്ക്, വിലാപ്പുറത്തും കയ്യിലുമൊക്കെ നോക്ക്. ഇതാ തെളിവ്, ഇതെൻ്റെ ഐഡൻറ്റിറ്റി. ഇതാ എതിർ ക്രിസ്തുവിനില്ലാത്തതും യേശുവിനുള്ളതും ഈ മുറിവാണ്. ഈ മുറിവിൻ്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിലെത്തുമ്പോൾ ഇനി അബദ്ധവശ അങ്ങനെ തോന്നത്തില്ല. അങ്ങനെ തോന്നിയാലും അവൻ ആ കരമൊന്ന് ഉയർത്തിയാൽ എനിക്ക് മനസ്സിലാകും, നീ ഇവിടെ വരെ വന്നതേ നിൻ്റെ യോഗ്യതയല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. നമുക്ക് ആ മുറിവിനോട് നന്ദി പറയാം. ആ മുറിവ് സൃഷ്ടിക്കപ്പെടുമ്പോൾ അവൻ കാൽവരിയുടെ കൊലമരത്തിൽ കിടന്ന് ചോദിച്ചു, എന്നെ കൈവിട്ടതെന്ത്? എന്നെ കൈവിട്ടതെന്ത്? എന്നെ കൈവിട്ടതെന്ത്? ആ കൈവിട്ടതെന്തിനാ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ആ ശിക്ഷയിൽ എനിക്കും നിനക്കും വീണ്ടെടുപ്പിൻ്റെ മൂല്യവത്തായ ഔഷധം അവൻ കരുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറയാറുണ്ട് ഒരു ഉദാഹരണം. പണ്ട് ഈ മാരകമായ റാബീസ് വിഷം, പേപ്പട്ടി വിഷബാധ, ആളുകൾ നിരവധി മരിക്കുമ്പോൾ ഗവേഷകനായ ലൂയി പാസ്റ്ററുടെ ഒരു സ്നേഹിതനും മരിച്ചു. അദ്ദേഹത്തോട് ഇത് കണ്ട് വിഷമം തോന്നി അദ്ദേഹത്തോട് മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, ഒരു വാക്സിൻ കണ്ടെത്തണം. പാസ്റ്റർ ഗവേഷണത്തിൽ മുഴുകി. താൻ നിരവധി കുതിരകളെ വളർത്തിയിരുന്നു പരീക്ഷണശാലയിൽ. വിദ്യാർത്ഥികളെ കൂട്ടി വരുത്തി ഒരു കുതിരയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ പേപ്പട്ടിയുടെ വിഷമെടുത്ത് ഒരു കുതിരയെ കുത്തുക. കുത്തി. കുറേ അധികം കുതിരകളിൽ കുത്തി, അതൊക്കെ ചത്തുപോയി. ഒരു കുതിരയിൽ മാത്രം കുറഞ്ഞ അളവിൽ ഒരു വിഷം കുത്താൻ പറഞ്ഞു. അത് കുത്തി. കുതിരയ്ക്കൊരു കുഴപ്പമില്ല. ആ കുതിരയിൽ പിറ്റേ ദിവസം അല്പം കൂടെ കൂടിയ ഡോസ് കുത്താൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. അങ്ങനെ പലവട്ടം കുത്തി 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 ഒരു നിർണായക ദിവസം വന്നു. ഇനി പേടിക്കണം. കാരണം മറ്റു കുതിരകൾ ചാകാൻ ഹേതുവായ അളവിലെ വിഷം നാളെ കുത്തും. കുത്തി. കുതിര ചത്തില്ല. പാസ്റ്റർ കൈയടിച്ചു. വീണ്ടും നാളെ അതിനിർണായകം. ഇപ്പോൾ വരെ പ്രയോഗിച്ചതിൻ്റെ ഇരട്ടി ഡോസ് അടിക്കണം. കുത്തി. കുതിര ചത്തില്ല. പക്ഷെ ഒന്ന് ചിനച്ചു. എൻ്റെ കണ്ണിലൂടെ നീർച്ചാലുകളൊക്കെ ഒഴുകി. ഗവേഷകൻ വിട്ടില്ല. വീണ്ടും അടിക്കണം വിഷം. കുത്തി. ഇത്തവണ കുതിര വീണു. നിർത്തിയൊക്കെ. കുതിര പിടഞ്ഞു. അതിൻ്റെ നാവിലൂടെ നുരയും പതയും പുറത്തു വന്നു. ഹൈഡ്രോഫോബിയ, അതാണ് പേവിഷം ബാധിച്ചാൽ വെള്ളം കണ്ടാൽ ഭയം.
ആ മാനസികാവസ്ഥ വരും. കുതിര കയ്യും കാലും ഇട്ടടിച്ചു. ഭീകരമായ അവസ്ഥ. വാച്ച് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും. ശിഷ്യന്മാർ നോക്കി. ഒരു ദിവസം ഒരു ശിഷ്യൻ വന്നു പറഞ്ഞു, സർ ഒരു മാറ്റം. എന്താ അത്? ചത്തുവെന്ന് കരുതി ഒരു ചെറിയ ശ്വാസം മാത്രമുണ്ടായിരുന്ന കുതിര കൈയും കാലും ഇട്ട് അടിച്ചടിച്ചടിച്ച് ഒരു ജീവന്റെ ലക്ഷണം പ്രകടമാക്കുന്നു. വാ, എൻ്റെ ശരീരത്തിലേക്ക് കുറേ വെള്ളമൊഴിച്ചു. കുതിര ബുദ്ധിമുട്ടി നാവ് കൊണ്ട് ആ വെള്ളം ഇങ്ങനെ തോർത്തിയെടുത്തു. ലൂയിപ്പാസ് പറഞ്ഞു, അതിനെ അല്പം മുതിരയും തിനയുമൊക്കെ തിന്നാൻ കൊടുക്ക്. തീറ്റ കൊടുത്തു, ആ പുല്ലൊക്കെ കൊടുത്തു, അത് തിന്നു. കുടിക്കാൻ വെള്ളം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അതിനെ ഒന്ന് കുളിപ്പിച്ചു. അതിനെ വൃത്തിയാക്ക് ആക്കി. ശരീരത്തൽപ്പം എണ്ണ തടവി. അതിൻ്റെ പുറത്ത് കയറി ഒരാൾ ഈ ഗ്രൗണ്ടിലൂടെ ഒന്ന് ഓടിച്ചു. അത് ചിനച്ചു കുതിച്ച് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വന്നു. അദ്ദേഹം ഇങ്ങനെ കൈയടിച്ചു. കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. കുട്ടികൾ ചോദിച്ചു, എന്തിനാ ഞാൻ കൈയടിച്ചെന്ന് മനസ്സിലായോ? ഇല്ല സാർ. പറയാം. 10 മടങ്ങ് വീര്യമുള്ള വിഷം കുത്തിയിട്ടും മറ്റു കുതിരകൾ മരിച്ചു വീണ സ്ഥാനത്ത് ഈ കുതിര ചത്തില്ല. കാരണം മനസ്സിലായോ? ഇല്ല. ഇതിൻ്റെ പേരാ ആർജിത പ്രതിരോധ ശേഷി. അതിന് ആ കുതിരയെ കൊല്ലണം. കൊന്നിട്ട് അതിൻ്റെ രക്തം ശേഖരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് വാക്സിൻ വികസിപ്പിക്കണം. ഈ വാക്സിൻ കുത്തിവെച്ചാൽ ഒരു റാബീസ് വിഷവും വന്ന് ഈ കുത്തേറ്റവൻ്റെ ശരീരത്തിൽ ഇനിയും വിഷയമുണ്ടാക്കാതെ ഒരു പ്രതിരോധത്തിൻ്റെ പുത്തൻ തത്വം നമ്മൾ ഈ ശരീരത്തിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കുക. ഒരു പ്രത്യേക ചികിത്സാ സംവിധാനം. മനസ്സിലാകുന്നു ദൈവമക്കൾക്ക്? ഇത് യഥാർത്ഥത്തിൽ നടന്ന സ്ഥലം എവിടെയാണെന്നറിയണ്ടേ? കാൽവരിയുടെ കൊലമരം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ആ രക്തത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു വാക്സിനുണ്ട്, രക്ഷ. അത് കരകതമാക്കാത്ത ഒരാളെങ്കിലും ഈ രാത്രി ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ രക്ഷാകരണ പദ്ധതിക്ക് പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. ഇതാകുന്നു നിങ്ങളുടെ അവസരം. ഈ കർത്താവിന് ഹൃദയം കൊടുക്കുക. യേശുവിനെ അനുധാവനം ചെയ്യുക. എല്ലാ കണ്ണുകളും അടച്ചട്ടെ. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കട്ടെ. സംശുദ്ധമായ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പരമപിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പ് തന്ന പുത്രൻ്റെ മുമ്പാകെ നമിക്കുക. നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക. നിങ്ങൾക്ക് പ്രേയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ രാത്രി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനെ, വചനം കേട്ടങ്ങയുടെ മക്കളുടെ മീതെ നിന്റെ ശക്തി ചൈതന്യങ്ങൾ വ്യാപരിക്കണം. പുത്തൻ ഉണർവോടെ പുത്തൻ കൃപയോടെ നിന്നെ അനുധാവനം ചെയ്യുവാൻ ഈ വചനം കേട്ട ഏവരെയും സ്വർഗം തൊട്ടനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന ഇട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും വന്ദനം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിച്ച പ്രിയ ദൈവദാസുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ സഭയുടെ പേരിൽ അറിയിക്കുന്നു, പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു കൺവെൻഷൻ്റെ നോട്ടീസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ 38ാമത് ജനറൽ കൺവെൻഷനും സംഗീത സായാഹ്നവും. സ്ഥലം കൊടുങ്ങൂർ പാലാ റോഡിൽ CGFI ശാല മൈതാനം. 2025 ജനുവരി 30, 31, ഫെബ്രുവരി 1, 6 തീയതികളിൽ വൈകുന്നേരം 6 മുതൽ 9 വരെ നടത്തപ്പെടുന്നു. പാസ്റ്റർ MM ചാക്കോ, ജനറൽ പ്രസിഡന്റ് ചർച്ച് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ, ഉദ്ഘാടനം ചെയ്യുന്നതും പാസ്റ്റർ രാജു ആനിക്കാട്, പാസ്റ്റർ ഷാജി യോഹന്നാൻ, പാസ്റ്റർ വർഗീസ് എബ്രഹാം, രാജു മേത്ര, സിസ്റ്റർ അനു ജോർജ് എന്നിവർ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. ഈ യോഗത്തിലേക്ക് എല്ലാവരെയും അവർ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കടന്നുപോയി സംബന്ധിക്കുകയും ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ദൈവസനിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയുടെ യാമത്തിൽ ഇതുവരെയും നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും നന്ദി ഓർപ്പിക്കുന്നു. ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ഞങ്ങളിവിടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരു സ്വതരാഴ്ച എടുക്കുവാൻ താല്പര്യപ്പെട്ടില്ല. എന്നാൽ പുറകിലൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. സുവിശേഷ വേലയെ മാനിച്ച് അതിനുവേണ്ടി നൽകുവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടേതായിരിക്കുന്ന
സഹകരണം ആ നിലയിൽ കാണിക്കണം എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവസ്ഥൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ സഹപാഠിയും അതോടൊപ്പം തന്നെ പാലക്കാടിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ മാത്തുക്കുട്ടി മുൻപോട്ട് കടന്ന് വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം പാസ്റ്റർ സാബു എം ജോസഫ് മുൻപോട്ട് കടന്ന് വന്ന് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ദൈവസ്ഥൽ എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ പാസ്റ്റർ മാത്തുക്കുട്ടി. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാകരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീതിമാനായ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നുപ്പാ. കർത്താവേ, അങ്ങയുടെ ദാസനും തന്നോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ സഹപാഠികളായ ദൈവദാസന്മാർ, ദൈവമക്കൾ, കർത്താവെ സ്തോത്രം, ഇവിടെ ആയിരിക്കുന്ന മറ്റ് ദൈവദാസന്മാരെല്ലാം ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച കൺവെൻഷന്റെ 1-ാം ദിവസം പകൽക്കാലവും രാത്രിയും ഒക്കെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രികാലവും ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി കർത്താവ് ദേശത്തോട് അറിയിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചതിനായി സ്തോത്രം. വളരെ വ്യക്തമായി കർത്താവ് ദേശത്തോട് കർത്താവെ അങ്ങ് സംസാരിച്ചതിനായി സ്തോത്രം. കേൾപ്പിക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ കർത്താവെ ജനങ്ങൾ കർത്താവെ സ്തോത്രം അത് കർത്താവെ മാനസാന്തരത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന്മേൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതം അമ്പെ പരാജയപ്പെട്ട ജീവിതങ്ങൾക്കൊരു പുതുജീവിതം നൽകുവാൻ തക്കവണ്ണം കേൾപ്പിക്കപ്പെട്ട ദൈവവചനത്തിന്റെ ശക്തി കർത്താവെ ഓരോ വ്യക്തികളുടെ ഹൃദയത്തിന്മേൽ കർത്താവ് പരിവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന്മേൽ വലിയൊരു കർത്താവെ പരിവർത്തനം ഉണ്ടാകേണ്ടതിനായി ദൈവപരിശുദ്ധാത്മാവ് കർത്താവെ ഹൃദയമായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം സംസാരിച്ച് ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ദാസനെ പിന്നെയും ധാരാളമായി കർത്താവെ ദൈവകൃപയിൽ പകർന്ന് അനേകയിടങ്ങളിൽ ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന കർത്താവെ ഞങ്ങളുടെ ദാസിദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ കൺവെൻഷനോട് സഹകരിക്കുന്ന അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ ദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൃത്തിയാൽ കർത്താവെ ഈ ദേശത്തിന്റെ മധ്യത്തിൽ കർത്താവ് അവിടെ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ഞങ്ങളുടെ ദാസനായ ജോബി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കണം. തന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സന്തോഷ് പാസ്റ്റർക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, അനിൽ പാസ്റ്റർക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഈ ദേശത്തിന്റെ മധ്യത്തിൽ കർത്താവ് കേൾപ്പിക്കപ്പെട്ട ദൈവവചനം ഈ ദേശത്തിന് സമാധാനം ആയി തീരുവാൻ, ദേശത്ത് വലിയൊരു അത്ഭുതമായി അനേകർ കർത്താവിലേക്ക് ആദായപ്പെടുന്നതായി തീരുവാനൊക്കെ കർത്താവിനെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ നവീകരണം ഉണ്ടാകേണ്ടതിനായി ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമസ്ത ഏൽപ്പിക്കുന്നു. തുടർന്ന് നാളെ നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിഷയവും തിരുക്കരങ്ങളിലേക്ക് എൽപ്പി. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. ഭവനങ്ങളിൽ എത്തിച്ചേരുവോളം സുരക്ഷിതമായി എത്തിച്ചേരുവാൻ കർത്താവിനെ സഹായിക്കണം. ഞങ്ങൾ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ അടിയങ്ങൾക്ക് നൽകിയ നിയോഗത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമസ്ത വിഷയം തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നിക്കൽക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നമ്മുടെ യോഗത്തെ അനുഗ്രഹിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവാലോചന നമുക്ക് നൽകി തന്നതോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും ഇന്ന് രാത്രി ദൈവനം ശുശ്രൂഷ ദൈവദാസനോടും നാളെ നടക്കുന്ന മീറ്റിങ്ങിനോടും ഇത് സംഘടിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മളോട് ദൈവവചനം സംസാരിപ്പാനായി കടന്നു വന്ന പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തോട് മൗണ്ട് സിയോൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ എല്ലാവിധ സ്നേഹങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. നാളെ രാത്രിയിൽ വീണ്ടും കൺവെൻഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കൺവെൻഷനിൽ പ്രിയ റവറൻ ജോബിൻ ചാക്കോ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നതാണ്. നാളെ രാത്രി ഗായിക സംഘത്തെ ലീഡ് ചെയ്യുവാനായിട്ട് പ്രസിദ്ധ ഗായിക ജിജി സാം കടന്നു വരുന്നതാണ്.
എല്ലാവരെയും ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.